Good evening, ma'am. Good evening, all. Good evening, ma'am. Good evening, ma'am. Good evening, Good ma'am. evening, ma'am. Good evening, ma'am. Good evening, ma'am. Good evening, ma'am. Good evening, good evening. How are you all? We are Fine, good. ma'am. Fine, ma'am. How are you, ma'am? Oh, I'm fine too. We're doing great. ആരെങ്കിലും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും. എന്റെ ഒച്ച ഇത്തിരി കോൾഡ് ഉണ്ട്, അതുകൊണ്ടാണ് ട്ടാ. ആരെങ്കിലും പ്രെയർ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ? Who is going to recite the prayer today? Has anyone prepared it? ഞാൻ പറയട്ടെ മാം. Okay, okay. Okay. പാടാനൊന്നും എനിക്കറിയില്ല. ഓ വേണ്ട, കുഴപ്പമില്ല. Everything I am, everything I am, everything I will be, everything I will be. I give it to go, Lord. I give it to go, Lord, and do it thankfully, and do it thankfully. Everything I have, everything I have, all you have given me, all you have given me. I give it to you, Lord. I give it to you, Lord, and do it thankfully, thankfully. Thank you, ma'am. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ് അലീഷ. താങ്ക് യു മാം. അലീഷ എൻ്റെ മോളുടെ പേരാണ്. എൻ്റെ പേര് ഷൈജ. ഷൈജ, ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ് ഷൈജ. താങ്ക്സ്. അപ്പോ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് പ്രോണൗൺസ്. ഫസ്റ്റ് പേഴ്സണൽ പ്രോണൗൺസ് അല്ലേ പറഞ്ഞത്? അപ്പൊ പേഴ്സണൽ പ്രോണൗൺസ് ഏതൊക്കെയായിരുന്നു? ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തേ നിങ്ങള്. ഏതൊക്കെയായിരുന്നു പേഴ്സണൽ പ്രോണൗൺസ്? I, we, you. ഐ, വി, യു. പിന്നെ അത് ഫസ്റ്റ് പേഴ്സൺ. He, പിന്നെ she, സെക്കൻഡ് it. പേഴ്സൺ He, she, it, they. സെക്കൻഡ് പേഴ്സൺ ആരാ? യു. യു അല്ലേ സെക്കൻഡ് പേഴ്സൺ. ദെൻ തേർഡ് പേഴ്സൺ ആണ് ഹി, ഷീ, ഇറ്റ്. ഓക്കെ. അപ്പൊ അതിന്റെ പ്ലൂറല് ദേ. ഇത്രയും പേഴ്സണൽ പ്രോണൗൺസ് പഠിച്ച് പിന്നെ നമ്മൾ അതിന്റെ ഒബ്ജക്റ്റിൽ വരുമ്പോഴും പൊസസീവ് ആയിട്ട് വരുമ്പോഴും ഇപ്പൊ ഐ, മീ, മൈൻ അങ്ങനെ പഠിച്ചില്ലേ? അതും പഠിച്ചു. നമുക്കിന്ന് അടുത്ത സെക്ഷൻ ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം കേട്ടോ. ഓക്കെ, സ്ക്രീൻ വിസിബിൾ അല്ലേ? Yes, ma'am. Yes, ma'am. എന്റെ വോയിസ് ഓഡിബിൾ യെസ് ആണ്? മാം. വോയിസ് കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ? പറ്റുന്നുണ്ട്. പറ്റുന്നുണ്ട്. ഓക്കെ. അപ്പൊ നമ്മൾ ഇന്ന് എംഫാറ്റിക് പ്രോണൗൺസ് ആണ് കേട്ടോ നോക്കുന്നത്. സെക്കൻഡ് പാർട്ട് എംഫാറ്റിക് പ്രോണൗൺ. എംഫാറ്റിക് പ്രോണൗൺ എന്ന് പറയുന്നത് ഈ മുകളിൽ എഴുതിയേക്കുന്നത് ഇതാണ്. എംഫാറ്റിക് പ്രോണൗൺസ് എന്ന് പറയുന്നത് മൈസെൽഫ്, ഇത്രയുമാണ്. മൈസെൽഫ്, അവർ സെൽഫ്, യുവർ സെൽഫ്, ഹിംസെൽഫ്, ഹെർസെൽഫ്, ഇറ്റ്സെൽഫ്, ദംസെൽഫ്. ഇത്രയുമാണ് എംഫാറ്റിക് പ്രോണൗൺ എന്ന് പറയുന്നത്. ഇത് എന്തിനാ യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് റെപ്രസെന്റ് ചെയ്യണ നൗണിനെയോ പ്രോണൗണിനെയോ ഒന്നും കൂടി സ്ട്രെസ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് എംഫാറ്റിക് പ്രോണൗൺ യൂസ് ചെയ്യണത്. ഇപ്പോ ആ എക്സാമ്പിൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഫസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കിയാൽ ഐ റിപ്പയർ ദ ബൈക്ക് മൈ സെൽഫ്. അപ്പം ഞാൻ ആ ബൈക്ക് തന്നെത്താൻ ഞാൻ സ്വന്തം തന്നെയാണ് റിപ്പയർ ചെയ്തത്. അപ്പൊ ഐ എന്നുള്ള പ്രോണൗണിനെ ഒന്നും കൂടി സ്ട്രെസ് ചെയ്തുകൊണ്ട് അവിടെ പറഞ്ഞേക്കണേ ഐ റിപ്പയർ ദ ബൈക്ക് മൈ സെൽഫ്. അപ്പൊ അവിടെ ആ മൈ സെൽഫ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ എംഫാറ്റിക് പ്രോണൗൺ. ഐ റിപ്പയർ ദ ബൈക്ക് മൈസെൽഫ്, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഐ മൈസെൽഫ് തിരിച്ചും വരാം. എങ്ങനെ വേണമെങ്കിലും അത് ഓപ്ഷണലാണ്. നമുക്ക് ഒന്നെങ്കിൽ ഐ റിപ്പയർ ദ ബൈക്ക് മൈസെൽഫ് എന്ന് പറയാം, അല്ലെങ്കിൽ ഐ മൈസെൽഫ് റിപ്പയർ ദ ബൈക്ക് എന്നും പറയാം. അപ്പൊ ഐ എന്ന് പറഞ്ഞ ഫസ്റ്റ് പേഴ്സൺ പ്രോണൗൺ ആയ ഐനെ ഒന്നും കൂടി ഒരു സ്ട്രെസ് കൊടുത്ത് പറയണേന് മൈസെൽഫ്. മൈസെൽഫ്. അപ്പൊ ഇവിടുത്തെ എംഫാറ്റിക് പ്രോണൗൺ എന്ന് പറഞ്ഞാൽ മൈസെൽഫ്. എന്തിനാ മൈസെൽഫ് യൂസ് ചെയ്തത്? ഞാൻ തന്നെയാണ് ആ ബൈക്ക് ചെയ്തത്, അതും ഒറ്റക്ക് തന്നെയേ ചെയ്തതാണ്. മൈസെൽഫ്, ഞാൻ തന്നെയെന്ന് ഒന്നും കൂടി ഒന്ന് സ്ട്രെസ് ചെയ്ത് പറഞ്ഞെന്നുള്ളൂ. അതിനാണ് ഇങ്ങനത്തെ ഈ എംഫാറ്റിക് പ്രോണൗൺസ് നമ്മൾ യൂസ് ചെയ്യണത്. ഇനി അതേപോലെ ഈ ഐന് പകരം വി ആണെങ്കിൽ നമ്മളത്
അവർ സെൽസ് എന്ന് പറയും. ഇപ്പൊ യു ആണ് നമുക്ക് സ്ട്രെസ് ചെയ്ത് പറയുന്നെങ്കിൽ നമ്മളത് യുവർ സെൽഫ് എന്ന് പറയും. പിന്നെ അതേപോലെ ഹി പ്രോണോൺ ഹി ആണ് നമുക്ക് സ്ട്രെസ് ചെയ്യണമെങ്കിൽ നമ്മളത് ഹിംസെൽഫ്, ഷീ ആണെങ്കിൽ ഹെർ സെൽഫ്, ഇറ്റ് ആണെങ്കിൽ ഇറ്റ് സെൽഫ്, ദേ ആണെങ്കിൽ ദം സെൽഫ്സ്. ദം സെൽഫ്സ് എന്തുകൊണ്ടാ വന്നത്? അത് ദേ പ്ലൂറൽ അല്ലേ, അതുകൊണ്ടിട്ടാ. അവറും അതുപോലെ തന്നെ അവർ പ്ലൂറൽ അല്ലേ, അതുകൊണ്ടാണ് അവർ സെൽഫ്സ്. പിന്നെ യുവർ രണ്ടിതിലും വരുന്നുണ്ട്. യുവർ സെൽഫും വരും യുവർ സെൽഫ്സും വരും കേട്ടോ. യുവർ കാരണം യു ഒരാളായിട്ട് നമുക്ക് യൂസ് ചെയ്യാം, പ്ലൂറലായിട്ട് നമ്മൾ യൂസ് ചെയ്യാറില്ലേ, അതുകൊണ്ട്. അപ്പൊ ഇനി രണ്ടാമത്തെ എക്സാമ്പിൾ ഒന്ന് നോക്കിയേ. വി അവർ സെൽസ് ഹാവ് ടു ബിൽഡ് അവർ ഓൺ സ്ട്രെങ്ത്. അപ്പൊ വി എന്ന് പറഞ്ഞ ആ പ്രോണൗണിന് ഒന്നും കൂടി സ്ട്രെസ് ചെയ്യാൻ അവർ സെൽസ് യൂസ് ചെയ്തു. ഇനി തേർഡ് എക്സാമ്പിൾ നോക്കിക്കേ. വി സോ ദ പ്രിൻസിപ്പൽ ഹിംസെൽഫ്. ഇവിടെ നമുക്ക് സ്ട്രെസ് ചെയ്യേണ്ട വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിൻസിപ്പലിനെയായിരുന്നു നമുക്ക് ഉദ്ദേശിക്കേണ്ടത്. അപ്പൊ അതുകൊണ്ടാണ് ഹിംസെൽഫ് പറഞ്ഞത്. നമ്മളിവിടെ അവർ സെൽഫ് പറയാത്തത് നമുക്ക് വി നമ്മുടെ കാര്യമല്ല, പ്രിൻസിപ്പലിനെ കണ്ട് ആ കാര്യമാണ് ഒന്നും കൂടി സ്ട്രെസ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഇവിടെ ഹിംസെൽഫ് വന്നേക്കുന്നത്. കണ്ടാ, ഹിംസെൽഫ് വന്നത് എന്തുകൊണ്ടാ? ഇവിടെ പ്രിൻസിപ്പളിന്റെ കാര്യമാണ് നമ്മളിവിടെ സ്ട്രെസ് ചെയ്ത് പറയണത്. അതുകൊണ്ട് മാത്രമാണ് ഇവിടെ ഇപ്പൊ ഞാൻ ഇങ്ങനെ പറയാം, വി സോ ദ പ്രിൻസിപ്പൽ അവർ സെൽഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആ വി ഞങ്ങൾ തന്നെ കണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഈ സെന്റൻസിൽ പ്രിൻസിപ്പൽ എന്നുള്ള ആ ഒരു വ്യക്തിനെ എംഫസൈസ് ചെയ്ത് ഒന്നും കൂടി സ്ട്രെസ് ചെയ്ത് പറയാൻ വേണ്ടി ആയതുകൊണ്ട് പ്രിൻസിപ്പൽ നമ്മളവിടെ ഹി ആയിട്ട് എടുത്ത്, അപ്പൊ അതിന്റെ എംഫാറ്റിക് പ്രോണൗൺ ആയ ഹിംസെൽഫ് അവിടെ കൊടുത്തു കേട്ടാ. അപ്പൊ ഞാൻ ഒന്നും കൂടി പറയാം, പ്രോണൗൺ അല്ലെങ്കിൽ ഒരു നൗൺ എന്തെങ്കിലും നമ്മൾ അതിനെ ഒന്നും കൂടി സ്ട്രെസ് ചെയ്ത് പറയുന്നതിനാണ്, ഒന്നും കൂടി അതിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് ഇത് തന്നെയാണ് ഒന്നും കൂടി പറയാൻ വേണ്ടി യൂസ് ചെയ്യണതാണ് ഈ എംഫാറ്റിക് പ്രോണൗൺസ്. അത് മൈസെൽഫ്, അവർ സെൽഫ്, യുവർ സെൽഫ് or yourself, himself, herself, itself and themselves. ഇതൊക്കെയാണ് ഈ എംഫാറ്റിക് പ്രോണൗൺസ്. Then emphatic pronouns can be put either immediately after the noun or the pronoun which they stress or at the end of the sentence. അപ്പൊ നമുക്ക് ഏതാണ് സ്ട്രെസ് ചെയ്യേണ്ടത്, വിച്ച് ദേ സ്ട്രെസ്, കണ്ട നമ്മൾക്ക് ഏതാണ് സ്ട്രെസ് ചെയ്യേണ്ടത് അതിനു വേണ്ടിയാണ് നമ്മൾ ഈ എംഫാറ്റിക് പ്രോണൗൺസ് യൂസ് ചെയ്യുന്നത്. അതൊരു നൗൺ ആയിക്കോട്ടെ പ്രോണൗൺ ആയിക്കോട്ടെ, അതിന് ഏതാണ് നമുക്ക് ഇവിടെ സ്ട്രെസ് ചെയ്യേണ്ടത്. നമ്മൾ ലാസ്റ്റ് പറഞ്ഞ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, വി സോ ദ പ്രിൻസിപ്പൽ. അപ്പൊ പ്രിൻസിപ്പൽ എന്നുള്ള ആ വ്യക്തിനെ നമുക്ക് ഒന്നും കൂടി സ്ട്രെസ് ചെയ്ത് പറയാനുള്ളതാണ് നമ്മൾ ഹിംസെൽഫ് പറഞ്ഞത്. വെൻ യു സ്റ്റാൻഡ് ഫോർ വൺ പേഴ്സൺ. പിന്നെ ഈ പറഞ്ഞ സെന്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുവർ സെൽഫും യുവർ സെൽഫ്സിന്റെ കാര്യവും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, യു എന്ന് പറയുന്ന പ്രോണൗൺ നമ്മൾ പ്ലൂറൽ ആയിട്ടും സിംഗുലർ ആയിട്ടും യൂസ് ചെയ്യും. ഇപ്പൊ നമുക്ക് സ്ട്രെസ് ചെയ്യേണ്ട യു ഒരാളെ ഉള്ളൂ എങ്കിൽ നമുക്ക് അവിടെ യുവർ സെൽഫ് പറയാം. നമുക്ക് സ്ട്രെസ് ചെയ്യേണ്ട യു എന്ന് പറയുന്ന പ്രോണൗൺ ഒന്നീ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ വി സ്ട്രെസ് ദാറ്റ് യുവർ സെൽഫ്സ് യൂസ് ചെയ്യും. നമ്മൾ യുവർ സെൽഫ്സ് യൂസ് ചെയ്യും. യുവർ സെൽഫ് ഒരാളുണ്ടെങ്കിൽ യുവർ സെൽഫ്, ഒന്നീ കൂടുതൽ ആൾക്കാരാണെങ്കിൽ യുവർ സെൽഫ്സ്. അപ്പൊ ഇതാണ് എംഫാറ്റിക് പ്രോണൗൺ. ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. എംഫാറ്റിക് പ്രോണൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൗണിനെയോ അല്ലെങ്കിൽ പ്രോനൗണിനെയോ നമുക്കൊന്നും കൂടി സ്ട്രെസ് ചെയ്ത് പറയാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എംഫാറ്റിക് പ്രോണൗൺ. ഈ സെൽഫ് അല്ലെങ്കിൽ സെൽഫ്സ് കണ്ടു കഴിഞ്ഞാൽ നമുക്കത് ഐഡന്റിഫൈ ചെയ്ത് ഇതാണ് എംഫാറ്റിക് പ്രോണൗൺ എന്നുള്ളത്. മൈസെൽഫ്, അവർ സെൽഫ്സ്, യുവർ സെൽഫ്സ് ഓർ യുവർ സെൽഫ്, ഹിംസെൽഫ്, ഹെർസെൽഫ്, ഇറ്റ്സെൽഫ് ആൻഡ് ദംസെൽഫ്. ഇവിടെ പ്ലൂറൽ വരുന്നത് അവറിൽ വരുന്നുണ്ട്, യുവർ വരുന്നുണ്ട്, പിന്നെ ദമ്മിലുമാണ് വരുന്നത് കേട്ടാ. അപ്പൊ അത് മൂന്നെണ്ണമാണ് ഇവിടെ പ്ലൂറൽ വരുന്നത്. ബാക്കിയൊക്കെ സിംഗുലർ ആയതുകൊണ്ട് SELF. പ്ലൂറൽ വരുമ്പോഴാണ് SELVES വരുന്നത്. ഓക്കെ, ഇത് മനസ്സിലായില്ലേ? എംഫാറ്റിക് പ്രോണൗൺ മനസ്സിലായില്ലേ എല്ലാവർക്കും? Yes, ma'am. ഓക്കെ, ഇനി അടുത്തത് റിഫ്ലെക്സീവ് പ്രോണൗൺ. ഈ നമ്മൾ നേരത്തെ പറഞ്ഞ എംഫാറ്റിക് പ്രോണൗൺ പോലെ തന്നെ ഈ നേരത്തെ പറഞ്ഞ എംഫാറ്റിക് പ്രോണൗൺ ഒക്കെ റിഫ്ലെക്സീവ് പ്രോണൗണും കൂടിയാണ്. ബട്ട് അതിലൊരു ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഈ മൈസെൽഫ്, അവർ സെൽഫ്, യുവർ സെൽഫ് ഒക്കെ റിഫ്ലെക്സീവ് പ്രോണൗണും കൂടിയാണ്. ബട്ട് അതിലൊരു ചെറിയ വ്യത്യാസമുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ all the emphatic pronouns are used as reflexive pronoun. നേരത്തെ നമ്മൾ പഠിച്ച എംഫാറ്റിക് പ്രോണൗൺസ് നമുക്ക് റിഫ്ലെക്സീവ് പ്രോണൗൺസ് ആയിട്ട് യൂസ് ചെയ്യാം. എല്ലാം റിഫ്ലെക്സീവ് പ്രോണൗൺസ് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. while emphatic pronouns are used to emphasize a noun or a pronoun,
ആർക്കെങ്കിലും കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നില്ല, കാണുന്നുമില്ല. സ്ക്രീൻ പോയി. വേറെ ആരും അത് സ്ക്രീൻ ഷെയർ ചെയ്യില്ല. കേൾക്കുന്നുമില്ല. പ്രസന്റ് ചെയ്തത് കൊണ്ടാ. വെയിറ്റ് ചെയ്യേ. ഓക്കെ. എല്ലാരും ഒരു ഡൗട്ട് ഒക്കെ ചോദിക്കുന്നുണ്ട്. എല്ലാരും എങ്ങനെയാ പഠിക്കുന്നേ? പ്രിന്റ് എടുത്താണോ പഠിക്കുന്നേ? അതെ, നോട്ട്സ് പ്രിന്റ് എടുക്കണം. പ്രിന്റ് എടുത്തിട്ട് പഠിക്കണം. നമ്മള് ഓൺ നോട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണം, ലെക്ചർ നോട്ട്. എങ്ങനെയാ എടുക്കുന്നേ? ഞാൻ പ്രിന്റ് ഔട്ട് എടുത്തിട്ടില്ല. തന്നിരിക്കുന്ന എല്ലാം ഞാൻ ഡൗൺലോഡ് ചെയ്ത് ഫോണിൽ ആക്കിയിട്ടുണ്ട്. അത് വായിക്കും. പിന്നെ മിസ് പറയണത് നോട്ട് ആക്കും. അത് നോക്കി നമ്മുടെ നോട്ട് കംപ്ലീറ്റ് ചെയ്യും. അങ്ങനെയാ ഞാൻ ചെയ്യുന്നേ. മാം, മാം, ആർ യു ദേർ മാം? മാം ഇല്ല, മാം ലെഫ്റ്റ് ആയതോ. മാം ലെഫ്റ്റ് ആയില്ല. ഇപ്പൊ ലെഫ്റ്റ് ആയി. ഓക്കെ, ഇപ്പൊ എല്ലാരും എന്നെ കാണുന്നില്ലേ? യെസ് മാം. ഇപ്പൊ കാണുന്നുണ്ട്. എനിക്ക് കാണുന്നില്ല മാം. എനിക്കും. ഇപ്പോഴോ? ഇപ്പൊ സ്ക്രീൻ കാണുന്നില്ലേ? കാണുന്നുണ്ട്. യെസ് മാം, കാണുന്നുണ്ട്. ആ, ഓക്കെ 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 ഓക്കെ. അപ്പം നമ്മൾ പറഞ്ഞിരുന്നത് റിഫ്ലെക്സീവ് പ്രോണൗൺ ആണ് കേട്ടോ. റിഫ്ലെക്സീവ് പ്രോണൗൺ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ച എംഫാറ്റിക് പ്രോണൗൺസ് എല്ലാം നമുക്ക് റിഫ്ലെക്സീവ് പ്രോണൗൺ ആയിട്ട് യൂസ് ചെയ്യാം. അപ്പൊ എംഫാറ്റിക് പ്രോണൗൺസ് എന്ന് പറയുന്നത് എംഫാറ്റിക്, അതിൽ നിന്ന് തന്നെ നമുക്ക് എംഫസൈസ് എന്ന് പറഞ്ഞാൽ ഒന്ന് സ്ട്രെസ് ചെയ്ത് ഒന്ന് ഇത്തിരി ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പൊ ഈ എംഫാറ്റിക് എന്ന് പറഞ്ഞാൽ ആ നൗണിനെ ഒരു പ്രോണൗണിനെ എംഫസൈസ് ചെയ്യാനാണെങ്കിൽ ഈ റിഫ്ലെക്സീവ് പ്രോണൗൺ എന്ന് പറയുന്നത് നമ്മൾ ഒരു സെന്റൻസിൽ ഒബ്ജക്റ്റും സബ്ജക്റ്റും ഉണ്ടാവുമല്ലോ. അപ്പൊ ഈ ഒബ്ജക്റ്റും സബ്ജക്റ്റും സെയിം ആണെന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഈ റിഫ്ലെക്സീവ് പ്രോണൗൺ യൂസ് ചെയ്യുന്നത്. സബ്ജക്ട് ആൻഡ് ഒബ്ജക്ട് ആർ ദ സെയിം. ഈ സബ്ജക്റ്റും ഒബ്ജക്റ്റും സെയിം ആണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് റിഫ്ലെക്സീവ് പ്രോണൗൺ യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ നോക്കാം, ഒന്നും കൂടി മനസ്സിലാവും. ദേ ഫൗണ്ട് ദംസെൽസ് ഇൻ ഗ്രേറ്റ് ഡിഫിക്കൽട്ടി. അപ്പൊ ദേ എന്ന് പറയുന്നത് ദേ ഫൗണ്ട് ദംസെൽസ് ഇൻ ഗ്രേറ്റ്. അപ്പൊ ഈ ദേ ആണ് അവിടുത്തെ സബ്ജക്റ്റ്, അവിടുത്തെ ദംസെൽസ് ആണ് അവിടുത്തെ ഒബ്ജക്റ്റ്. വേണ്ട, അപ്പൊ രണ്ടും സെയിം ആണെന്ന് കാണിക്കും. ഈ ദേ തന്നെയാണ് അവിടുത്തെ ഒബ്ജക്റ്റും നമുക്ക് സബ്ജക്റ്റും ഇവിടെ ഒബ്ജക്റ്റ് ദംസെൽസ് ആണെന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഈ റിഫ്ലെക്സീവ് പ്രോണൗൺ യൂസ് ചെയ്യുന്നത്. ദേ ഫൗണ്ട് ദംസെൽസ് ഇൻ ഗ്രേറ്റ് ഡിഫിക്കൽട്ടി. അപ്പൊ ഇവിടെ നമ്മൾ യൂസ് ചെയ്യണ അതേ സബ്ജക്റ്റിന്റെ തന്നെ ആയിരിക്കണം ഈ ഒബ്ജക്റ്റും. ദേ ദംസെൽഫ്. നമ്മൾ ആദ്യം പഠിച്ച എംഫാറ്റിക് പ്രോണൗണിൽ ഒരു ലാസ്റ്റത്തെ എക്സാമ്പിൾ ഇല്ലേ, വി സോ ദ പ്രിൻസിപ്പൽ ഹിംസെൽഫ്. അത് എംഫാറ്റിക്കിലേ വരുള്ളൂ, കാരണം നമുക്ക് പ്രിൻസിപ്പലിനെ സ്ട്രെസ് ചെയ്തുകൊണ്ട് ഹിംസെൽഫ് പറഞ്ഞു. ബട്ട് നമ്മൾ അത് റിഫ്ലെക്സീവ് പ്രോണൗൺ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ വി സോ ദ പ്രിൻസിപ്പൽ അവർ സെൽസ് എന്ന് നമ്മളാവും. അങ്ങനെയാണെങ്കിൽ അത് റിഫ്ലെക്സീവ് ആയിരിക്കും. ആ തന്നിരിക്കുന്ന സബ്ജക്റ്റ് തന്നെ അതിന്റെ സെയിം ഒബ്ജക്റ്റും സബ്ജക്റ്റും സെയിം ആയിട്ട് വന്നതാണെങ്കിൽ അത് റിഫ്ലെക്സീവ്. പിന്നെ മറ്റത് ജസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ വേണ്ടി മാത്രമാണെങ്കിൽ അത് എംഫാറ്റിക്.
കേട്ടോ. അത് രണ്ടും കൺഫ്യൂഷൻ ഉണ്ടാവും. ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. ഈ റിഫ്ലെക്സീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്ജക്റ്റും ഒബ്ജക്റ്റും സെയിം ആയിരിക്കും. Reflexive pronouns are used to make it clear that the object of a verb is the same person or the thing as the subject of the verb. ഈ സബ്ജക്റ്റും ഒബ്ജക്റ്റും സെയിം ആണെന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് റിഫ്ലെക്സീവ് പ്രോണൗൺ യൂസ് ചെയ്യുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾസ് എല്ലാം അത് തന്നെയാണ്. They found themselves in great difficulty. He drove the car himself. ഹിംസെൽഫ്. അപ്പൊ വ്യത്യാസമൊന്നുമില്ല, ചെറിയൊരു വ്യത്യാസമുള്ളൂ. ഈ ഒബ്ജക്റ്റും സബ്ജക്റ്റും സെയിം ആണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് റിഫ്ലെക്സീവ്. ബട്ട് മറ്റതാണെങ്കിൽ ഇത്തിരിയും കൂടി ഒന്ന് സ്ട്രെസ് ചെയ്ത് പറയാൻ വേണ്ടി, നമുക്ക് ഏത് പ്രോണൗണാണ് നമുക്ക് സ്ട്രെസ് ചെയ്യേണ്ടത് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയാണ് എംഫാറ്റിക്. റിഫ്ലെക്സീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്ജക്റ്റും വേർബും സെയിം ആണെന്ന് കാണിക്കാൻ. എക്സാമ്പിൾസ് നോക്കും. They found themselves in great difficulty. They themselves. പിന്നെ he drove the car himself. He drove the car himself. അപ്പൊ he himself. Then you have to blame yourself. yourself. ഇവിടെ യുവർ സെൽഫ്സ് വരാത്ത എന്താ പറയുക? യു ഹാവ് ടു. ഒരാളെ കുറിച്ച് നമ്മളിവിടെ പറയണം. അപ്പൊ യുവർ സെൽഫ്. ദ ചിൽഡ്രൻ വാഷ്ഡ് ദംസെൽഫ്. ചിൽഡ്രൻ മോർ ദാൻ വൺ അല്ലേ? അപ്പം കുറെ പേരുണ്ട്. അത് ദംസെൽഫ്. ഹി കട്ട് ഹിംസെൽഫ്. ഷി ഹാസ് ക്യൂർഡ് herself. She herself. After the meeting, Sheena introduced herself to me. അപ്പൊ ഈ ഷീന herself. അപ്പം ഈ സബ്ജക്റ്റും ഒബ്ജക്റ്റും സെയിം ആണെന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഈ റിഫ്ലെക്സീവ് പ്രോണൗൺ യൂസ് ചെയ്യുന്നത്. ബട്ട് മറ്റത് നമുക്കൊന്നും കൂടി എംഫസൈസ് ചെയ്യാൻ വേണ്ടി സെയിം ആണ്. ഇത് റിഫ്ലെക്സീവ് പ്രോണൗണും നമ്മുടെ എംഫാറ്റിക് പ്രോണൗണും സെയിം തന്നെയാണ്. മൈ സെൽഫ്, അവർ സെൽഫ്, യുവർ സെൽഫ്, ഹിംസെൽഫ്, ഹെർസെൽഫ്, ഇറ്റ്സെൽഫ്, ദംസെൽഫ്. ഇത് രണ്ടും സെയിം തന്നെയാണ്. എല്ലാ എംഫാറ്റിക് പ്രോണൗൺസും റിഫ്ലെക്സീവ് പ്രോണൗൺസ് ആയിട്ട് യൂസ് ചെയ്യാം. ബട്ട് ദർ ഇസ് ഓൺലി വൺ ഡിഫറൻസ്. റിഫ്ലെക്സീവില് വരുമ്പോൾ ഈ സബ്ജക്റ്റും ഒബ്ജക്റ്റും സെയിം ആയിരിക്കണം എന്ന് മാത്രം. മറ്റതിൽ അങ്ങനെ സെയിം ആയിരിക്കണമെന്നില്ല. നമുക്ക് ഏതാണ് സ്ട്രെസ് ചെയ്യേണ്ടത് അത് നമുക്ക് ഈ എംഫാറ്റിക്കിൽ കൊടുത്ത്, എംഫാറ്റിക് പ്രോണൗൺ കൊടുത്ത് സ്ട്രെസ് സ്ട്രെസ് ചെയ്ത് പറയാം കേട്ടോ. ഇത് മാത്രമേ വ്യത്യാസമുള്ളൂ. അല്ലാണ്ട് വേറെ ചെറിയൊരു ഈ ഒരു ഡിഫറൻസ് മാത്രമേ ഇവർ തമ്മിലുള്ളൂ, എംഫാറ്റിക്കും റിഫ്ലെക്സീവും. ഓക്കെ. It should be noted that the verbs busy, content, pride are true reflexive verbs. Namely, they must be used with the reflexive pronoun. ഇനി busy, content, അങ്ങനെ busy, content, pride ഇങ്ങനെ പറഞ്ഞ 3 വേർഡ്സ് അതിന്റെ റിഫ്ലെക്സീവ് പ്രോണൗൺ ആയിട്ട് മാത്രം യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. അത് അടുത്ത ഞാൻ ഒന്നും കൂടി ക്ലിയർ ആക്കി തരാം. നോക്കിയതേ, ഈ ഒരു എക്സാമ്പിൾ നോക്കിയേ. ഷീ ഹാഡ് ബിസീഡ് ഹിംസെൽഫ് ഇൻ ദ ലൈബ്രറി. അതിലെന്തെങ്കിലും തെറ്റുണ്ടോ? ആ അത് തന്നെ ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ് കേട്ടോ അത്. അപ്പൊ ഹെർസെൽഫ് ആക്കട്ടെ. നിങ്ങളുടെ നോട്ട്സ് എടുത്തവര് ഇത് ഉണ്ടെങ്കിൽ ഒന്ന് കറക്റ്റ് ചെയ്യട്ടോ. ഹെർസെൽഫ്, ഹിംസെൽഫ് അല്ല, ഹെർസെൽഫ് ആണ് അവിടെ വരേണ്ടത്. ഇവിടെ കേട്ടോ, ഹിംസെൽഫ് അല്ല, ഹെർസെൽഫ്. അപ്പൊ ഷീ ഹാഡ് ബിസീഡ് ഹെർസെൽഫ് ഇൻ ദ ലൈബ്രറി. Initially, she contented herself with simply looking after her family. അപ്പൊ she ആണ് herself. He prides himself on his knowledge of English. ആണ്. അപ്പൊ ഇതെല്ലാം നമ്മുടെ റിഫ്ലെക്സീവ് ആണ്. ആ ഹി തന്നെയാണ് ഹിംസെൽഫ് ആവണത്. then she herself ആവും. അങ്ങനെ. Then in the following verbs, a reflexive pronoun must be used as their object. ഇനി ഈ എൻജോയ് കുറച്ച് എക്സെപ്ഷണൽ കേസാണ്. ഈ എൻജോയ്, എക്സേർട്ട്, എക്സെൽ, സ്ട്രെയിൻ അങ്ങനെ പറയുന്ന വേർബ്സിൽ ഈ സെൽഫ് അതിന്റെ ഒബ്ജക്ട്, അത് ഒബ്ജക്റ്റ് ആയിട്ട് തന്നെ യൂസ് ചെയ്യണം. അത് നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. പിന്നെ ഒന്നുകൂടി എടുത്ത് പറഞ്ഞെന്നുള്ളൂ. എൻജോയ്, ഷീ എൻജോയ്ഡ് ഹെർസെൽഫ്. ഹി ഡിഡ്ന്റ് വാണ്ട് ടു എക്സേർട്ട് ഹിംസെൽഫ്. I could keep up with her without forcing myself. അപ്പൊ ഇത്രേ ഉള്ളൂ. ഇതില് എംഫാറ്റിക്കും റിഫ്ലെക്സീവും സെയിം തന്നെയാണ്. മൈസെൽഫ്, അവർ സെൽഫ് അങ്ങനെയുള്ള പ്രൊനൗൺസ് ഇല്ലേ, അത് തന്നെ. ഇത് രണ്ടും സെയിം തന്നെയാണ്. ആദ്യത്തേല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏതാണ് സ്ട്രെസ് ചെയ്യേണ്ടത് അതിന് നമുക്ക് കൊടുക്കാൻ പറ്റണതാണ് എംഫാറ്റിക്. റിഫ്ലെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്ജക്റ്റും വേർബും സെയിം തന്നെയാണ്. നമ്മൾ ഈ പറയുന്ന ഈ സെന്റൻസിൽ സബ്ജക്റ്റും ഒബ്ജക്റ്റും സെയിം തന്നെയാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ റിഫ്ലെക്സീവ് പ്രോണൗൺ യൂസ് ചെയ്യണത് കേട്ടോ. അത്രേ ഉള്ളൂ ഇത് രണ്ടും. ഇനി
ഇനി അടുത്തതാണ് ഇൻഡെഫിനിറ്റ് പ്രോണോൺ. ഇൻഡെഫിനിറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ വേർഡിൽ നിന്ന് മനസ്സിലാവും അത് ഡെഫിനിറ്റ് അല്ല. ഡെഫിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംതിങ് ഒരു കറക്റ്റ് ഒരു എമൗണ്ടിൽ അങ്ങനെ എന്തെങ്കിലും നമുക്ക് സ്പെസിഫൈ ചെയ്യാം, കറക്റ്റ് ഒരു എമൗണ്ട് അല്ലെങ്കിൽ ഡെഫിനിറ്റ് ആയിരിക്കും അത് എന്ന് പറയും. അപ്പൊ അങ്ങനത്തെ അല്ലാത്ത പ്രോണോൺസ്, കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റാത്ത പ്രോണോൺസ്, അങ്ങനെ കുറച്ച് പ്രോണോൺസ് ഉണ്ട്. അതാണ് ഇൻഡെഫിനിറ്റ് പ്രോണോൺസ്. Indefinite pronouns refer to people or things without being specific as to exactly who or what they are. ഈ ഇൻഡെഫിനിറ്റ് പ്രോണൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പീപ്പിൾ ആകാം, തിങ്സ് ആകാം, വിത്തൗട്ട് ബീങ് സ്പെസിഫിക്. ഇപ്പൊ കറക്റ്റ് ആയിട്ട് പറയണില്ല, എക്സാക്ട്ലി അവര് ആരാണോ അത് എന്താണെന്നോ പറയാണ്ട് നമുക്ക് ഒരു ഓൾ ടുഗെദർ ജനറലി നമ്മൾ പറയാൻ യൂസ് ചെയ്യണ പ്രോണൗൺസ് ആണ് ഈ ഇൻഡെഫിനിറ്റ് പ്രോണൗൺസ് എന്ന്. ഫോർ എക്സാമ്പിൾ എവ്രി വൺ, എവ്രിബഡി, സം വൺ എന്നൊക്കെ പറയുമ്പോൾ അത് ഗേൾ ആണോ ബോയ് ആണോ അല്ലെങ്കിൽ എത്ര പേരുണ്ട് എന്നുള്ളതൊന്നും നമ്മൾ സ്പെസിഫിക് ആക്കി പറയണില്ലല്ലോ. അപ്പൊ ഒരു ജനറലി പറയണേന് അതിനെയാണ് ഇൻഡെഫിനിറ്റ് പ്രോണൗൺസ് എന്ന് പറയുന്നത്. ഇൻഡെഫിനിറ്റ് പ്രോണൗൺസ് റെഫർ ടു പീപ്പിൾ ഓർ തിങ്സ് വിത്തൗട്ട് ബീയിങ് സ്പെസിഫിക്. നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറയാതെ യൂസ് ചെയ്യണ pronouns ആണ് indefinite pronouns. Indefinite pronouns refer to people or things without being specific. Specific അല്ലാതെ generally പറയുന്ന കുറച്ച് pronouns ആണ് indefinite pronoun. അതിന്റെ എക്സാമ്പിൾസ് ആണ് ഈ കൊടുത്തിരിക്കുന്നതെല്ലാം. എക്സാമ്പിൾസ് അല്ല, ഇൻഡെഫിനിറ്റ് പ്രോണൗൺസ് ഇതൊക്കെയാണ്. ഇത് പഠിക്കണം കേട്ടോ. നമ്മള് പേഴ്സണൽ പ്രോണൗൺസ് പഠിച്ച പോലെ എംഫാറ്റിക് പ്രോണൗൺസും ഏതാണ്, റിഫ്ലെക്സീവ് പ്രോണോൺ ഏതാണ്, അതേപോലെ ഇൻഡെഫിനിറ്റ് പ്രോണോൺസ് ഏതാണ്, ഇതെല്ലാം പഠിക്കണം കേട്ടോ. റിഫ്ലെക്സീവും എംഫാറ്റിക്കും സെയിം തന്നെ. മൈസെൽഫ്, അവർ സെൽഫ്, യുവർ സെൽഫ്, ദെൻ ഹിംസെൽഫ്, ഹെർസെൽഫ്, ദംസെൽഫ്. ഇനി ഇൻഡെഫിനിറ്റ് ഏതൊക്കെ? എവ്രി വൺ, എവ്രിബഡി, സംവൺ, സംബഡി, എനിവൺ, എനിബഡി. ഇതെല്ലാം നമ്മൾ പറയുമ്പോൾ തന്നെ ഒരു സ്പെസിഫിക് അല്ലേ, ഇത് ബോയ് ആണ്, ഗേൾ ആണ്, ഇത്ര ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട്, നമ്മൾ ജനറലി ഇങ്ങനെ പറയണല്ലേ, ഡെഫിനിറ്റ് അല്ലാതെ. അതാണ് ഇൻഡെഫിനിറ്റ്. നോ വൺ, നോബഡി, എവ്രിതിങ്, സംതിങ്, എനിത്തിങ്. അപ്പം ആദ്യത്തെ എവ്രി വൺ, എവ്രിബഡി, സംവൺ അങ്ങനത്തെ ഉള്ള അതൊക്കെ നമ്മൾ പീപ്പിളിനെ റെഫർ ചെയ്യുമെങ്കിൽ ഈ എവ്രിതിങ്, സംതിങ്, എനിത്തിങ്, നത്തിങ് അതെല്ലാം തിങ്സിനെ റെഫർ ചെയ്യണതാണ്. പിന്നെ അതുപോലെ തന്നെ സം, ഓൾ, ഫ്യൂ, മെനി. സം, ഓൾ, ഫ്യൂ, മെനി ഇതും ഇൻഡെഫിനിറ്റ് പ്രോണൗൺസ് ആണ്. ഇൻഡെഫിനിറ്റ് പ്രോണൗൺസ് ഏതൊക്കെയാണ്? എവ്രി വൺ, എവ്രിബഡി, സംവൺ, സംബഡി, എനിവൺ, എനിബഡി, നോ വൺ, നോബഡി. ഇതെല്ലാം സ്പെസിഫിക് ടു എന്ത്, പീപ്പിൾ, ആളുകളെ കുറിച്ച് പറയണമെങ്കിൽ, സ്പെസിഫിക് അല്ലാണ്ട് ആളുകളെ കുറിച്ച് പറയണമെങ്കിൽ എവ്രി വൺ, എവ്രിബഡി, സംവൺ, സംബഡി, എനിവൺ, എനിബഡി ഒക്കെ യൂസ് ചെയ്യാം. ദെൻ തിങ്സിനെ കുറിച്ചാണ് നമുക്ക് പറയേണ്ടതെങ്കിൽ വി യൂസ് എവ്രിതിങ്, സംതിങ്, എനിത്തിങ്, നത്തിങ്, നൺ, സം. നൺ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അതാണ് നൺ. സം കുറച്ച്, ഓൾ എല്ലാം, ഫ്യൂ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച്, മെനി മീൻസ് കുറെ ഉണ്ടെന്ന് കണ്ട. അപ്പൊ ഇതൊക്കെയാണ് ഇൻഡെഫിനിറ്റ് പ്രോണൗൺസ്. അപ്പൊ ഏതൊക്കെയാണ്? ഇപ്പൊ ഒരു എവ്രി വൺ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവണം ഇത് എന്ത് പ്രോണൗൺ ആണ്. ഇപ്പൊ മൈസെൽഫ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവണം ഇത് എന്ത് പ്രോണൗൺ ആണെന്ന് കേട്ടാ. അപ്പൊ അങ്ങനെ അതൊന്ന് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. ഇൻഡെഫിനിറ്റ് പ്രോണൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തന്നിരിക്കുന്നതെല്ലാം ഇൻഡെഫിനിറ്റ് പ്രോണൗൺ ആണ്. അത് ഒന്നിനെയും സ്പെസിഫൈ ചെയ്ത് പറയണില്ല, ജനറലി പറയുന്ന കുറച്ച് പ്രോണൗൺസ് ആണ് ഇൻഡെഫിനിറ്റ് പ്രോണൗൺസ്. ഇനി ആ എക്സാമ്പിൾ നോക്കിക്കേ. സംവൺ കോൾഡ് വെൻ യു വെർ അലോൺ. അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നപ്പോ ആരോ എന്നെ കണ്ട, സംവൺ, ആരോ, ക്ലിയർ ആയിട്ട് അറിയില്ല ആരാണ്, അപ്പൊ ആരോ, അപ്പൊ സംവൺ അവിടുത്തെ ഇൻഡെഫിനിറ്റ് പ്രോണൗൺ ആണ്. ദെൻ എവ്രി വൺ ഇസ് ടു മേക്ക് എ കോൺട്രിബ്യൂഷൻ. ഓരോരുത്തരും അവരവരുടേതായ കോൺട്രിബ്യൂഷൻ. എവ്രി വൺ എല്ലാവരും, സോറി ഓരോരുത്തരല്ല, എവ്രി വൺ. എവ്രി വൺ മീൻസ് എല്ലാവരും, എല്ലാവരും ഇസ് ടു മേക്ക് എ കോൺട്രിബ്യൂഷൻ. എവ്രി വൺ എന്ന് പറയുന്നത് അവിടുത്തെ ഇൻഡെഫിനിറ്റ് പ്രോണൗൺ ആണ്. ദെൻ none of the boys answered the question correctly. ഇതിന്റെ അർത്ഥം നൺ ഓഫ് ദ ബോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോയ്സ് ആരും പറഞ്ഞില്ലെന്ന്. ബോയ്സ് ആരും പറഞ്ഞില്ല. നൺ ഓഫ് ദ ബോയ്സ് മീൻസ് നോ വൺ. ബോയ്സിലുള്ള ബോയ്സ് ആരും പറഞ്ഞില്ല ആൻസർ ദ ക്വസ്റ്റ്യൻ കറക്റ്റ്. ആരും ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തില്ല കറക്റ്റ് ആയിട്ട്. ബോയ്സിലുള്ള നൺ ഓഫ് ദ ബോയ്സ്, ബോയ്സിൽ ചിലപ്പോൾ ഒരു ഗ്രൂപ്പ് ബോയ്സ് ഉണ്ടായിരുന്നു, ആ ബോയ്സ് ഗ്രൂപ്പിലുള്ള ആരും പറഞ്ഞില്ല ആൻസേഴ്സ് കറക്റ്റ്ലി. ചിലപ്പോൾ ഗേൾസ് ആയിരിക്കും പറഞ്ഞത്. അങ്ങനെ ബോയ്സ് ഗ്രൂപ്പിലുള്ള ആരും, നൺ ഓഫ് ദ ബോയ്സ് മീൻസ് ബോയ്സ് ഒറ്റ ബോയും പറഞ്ഞില്ല, ഒറ്റ ബോയ് പോലും ആൻസർ കറക്റ്റ് ആക്കി പറഞ്ഞില്ല. അതാണ് ആ സെന്റൻസിന്റെ മീനിങ്.
someone, everyone, none ഇതെല്ലാം ഇൻഡെഫിനിറ്റ് പ്രോണൗൺ ആണ്. ഇൻഡെഫിനിറ്റ് പ്രോണൗൺ എന്തൊക്കെയാണ് ഇൻഡെഫിനിറ്റ് പ്രോണൗൺ? എല്ലാവരും ഒന്ന് റീഡ് ചെയ്തേ. Everyone, everybody, everyone, everybody, someone, somebody, anyone, anybody, no one, nobody, everything, something, anything, nothing, none, none, some, all, few, many. ഇതെല്ലാം ഇൻഡെഫിനിറ്റ് പ്രോണൗൺസ് ആണ് കേട്ടോ. ഓക്കെ, ഇൻഡെഫിനിറ്റ് ആ പേരിൽ നിന്നാണ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവും. ഇൻഡെഫിനിറ്റ്, ഡെഫിനിറ്റ് അല്ലാത്തത്. പിന്നെ അടുത്ത് വരുന്നതാണ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോണൗൺ. ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? എന്തെങ്കിലും ഇപ്പൊ ക്ലാസ്സിൽ നമ്മൾ ബുക്സ് വിതരണം ചെയ്യുക. അപ്പൊ അങ്ങനത്തുള്ള കുറച്ച് പ്രോണൗൺസ് ഏതൊക്കെയെന്ന് നോക്കാം. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോണൗൺസ് റെഫർ ടു ദ ഇൻഡിവിജ്വൽ മെമ്പേഴ്സ് ഓഫ് ക്ലാസ് സെപ്പറേറ്റ്ലി. നമ്മൾ നേരത്തെ ഒറ്റ ജനറലി ആയിട്ട് പറഞ്ഞു, എല്ലാം കൂടെ ഒറ്റ ഇതിൽ പറഞ്ഞു. എവ്രി വൺ എന്ന് പറയാം, അല്ലെങ്കിൽ എവ്രിബഡി എന്ന് പറയുമ്പോൾ ഒരു ഹോൾ ഗ്രൂപ്പ് അല്ലെ നമ്മൾ പറഞ്ഞത് ഇൻഡെഫിനിറ്റ്. ബട്ട് ഡിസ്ട്രിബ്യൂട്ടീവ് എന്ന് പറയുമ്പോൾ ഓരോരുത്തരെയും സ്പെസിഫൈ ചെയ്ത് പറയുന്നതാണ് ഡിസ്ട്രിബ്യൂട്ടീവ്. നേരത്തെ ജനറലി പറഞ്ഞത് ഇൻഡെഫിനിറ്റ് ആണെങ്കിൽ ഓരോരുത്തരെയും എടുത്തെടുത്ത് പറയണമെങ്കിൽ ഇറ്റ് ഇസ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോണൗൺ. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോണൗൺസ് ഏതൊക്കെയാണ്? ഈച്ച്, ഐദർ, നെയ്തർ. ഈച്ച് എന്ന് പറയുന്നത് ഓരോരുത്തരും, അതാണ്. ഈച്ച് ഓഫ് ദ ഗേൾസ് വാസ് ഗിവൺ എ പ്രൈസ്. ഓരോ ആ ഗേൾസിലുള്ള ഓരോരുത്തരിക്കും, ഗേൾസ് ഗ്രൂപ്പിലുള്ള ഒരു കൂട്ടം ഗേൾസ് ഉണ്ടായിരുന്നു, ആ ഗേൾസിലുള്ള ഓരോരുത്തരിക്കും വാസ് ഗിവൺ എ പ്രൈസ് അല്ലെ. എവ്രി വൺ വാസ് ഗിവൺ എ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജനറലി പറയണേ എല്ലാവർക്കും കൊടുത്തത്. ഈച്ച് ഓഫ് ദ ഗേൾസ് വാസ് ഗിവൺ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗേൾസ് ഒരു ഗ്രൂപ്പിൽ ഒരു കുറച്ച് ഗേൾസ് ഉണ്ടെങ്കിൽ അതിൽ ഓരോരുത്തർക്കും നമ്മൾ വാസ് ഗിവൺ എ പ്രൈസ് കൊടുത്തുന്നു. അപ്പൊ ഡിസ്ട്രിബ്യൂട്ടീവ്, വിതരണം ചെയ്യുക, ആ ഒരു സെൻസിൽ എടുക്കണം കേട്ടോ. അപ്പൊ ഈച്ച് എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോണൗൺ ആണ്. അടുത്ത നോക്കിയേ, യു ക്യാൻ ബൈ ഐദർ ഓഫ് ദ ഡിക്ഷണറീസ്. ഈ ഐദറും നെയ്തറും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഐദർ പറയണത് ഐദർ ഓർ. ഇപ്പൊ ഐദർ പെൻ ഓർ പെൻസിൽ എന്ന് ഞാൻ പറഞ്ഞു, യു ക്യാൻ യൂസ് ഐദർ എ പെൻസിൽ ഓർ എ പെൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ പെൻസിൽ എടുക്കുക അല്ലെങ്കിൽ പേന എടുക്കാം. ഇതിൽ ഏതെങ്കിലും ഓപ്ഷനലാണ്. ഐദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരെണ്ണം. ബട്ട് നെയ്തർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ക്യാൻ നോർ പെൻസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടും പാടില്ല, ഓപ്ഷനേ ഇല്ല. പെൻസിലും പാടില്ല, പേനയും പാടില്ല കേട്ടാ. അതാണ് ഐദറും നെയ്തറിന്റെയും തമ്മിലുള്ള പ്രത്യേകത. ഐദറിനൊപ്പം നമ്മ എപ്പോഴും ഓർ യൂസ് ചെയ്യും. ഐദർ ഓർ. ഐദർ ഓർ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ഇതാണ്, പോസിറ്റീവ് ആണ് അത്. നമുക്ക് ഒന്നിച്ച് ചോയ്സ് ഉണ്ട്, ഇതെടുക്കാം അല്ലെങ്കിൽ അതെടുക്കാം അങ്ങനെ. നെയ്തറിന്റെ ഒപ്പം നമ്മളെപ്പോഴും നോർ, NOR, നോറാണ് യൂസ് ചെയ്യണത്. അത് വേണമെങ്കിൽ ഒന്ന് എഴുതി വെച്ചോ. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോണൗണിന്റെ അടിയിലായിട്ട് എഴുത് എയ്തർ ഒരു ഹൈഫൻ ഇട്ടിട്ട് ഓർ, ബ്രാക്കറ്റിൽ പോസിറ്റീവ് എന്ന് എഴുതും. നെയ്തർ ആണെങ്കിൽ ഹൈഫൺ ഇട്ടിട്ട് നോർ, ബ്രാക്കറ്റിൽ നെഗറ്റീവ്. ഐദർ ഹൈഫൺ ഇട്ടിട്ട് ഓർ, ഐദർ ഹൈഫൺ ഓർ, എന്നിട്ട് ബ്രാക്കറ്റിൽ പോസിറ്റീവ്. ഇത് പോസിറ്റീവ് ആണെന്ന് കാണിക്കാനാണ്, പോസിറ്റീവ് ഫ്രേസ് ആണിത്. അപ്പം പോസിറ്റീവ്, ബ്രാക്കറ്റിൽ പോസിറ്റീവ്. ഐദർ ഹൈഫൺ ഓർ, ഐദറിന്റെ ഒപ്പം എപ്പോഴും ഓറാ യൂസ് ചെയ്യുള്ളൂ. അപ്പൊ ഐദർ ഹൈഫൺ ഓർ, ബ്രാക്കറ്റിൽ പോസിറ്റീവ്. ദെൻ അടുത്തത് നെയ്തർ ഹൈഫൺ നോർ, NOR, നോർ, ബ്രാക്കറ്റില് നെഗറ്റീവ്. അത് നെഗറ്റീവ് ആണ്. ഓക്കെ, എഴുതിയില്ലേ? Yes, ma'am.
അപ്പൊ യെസ് മാം. ഞാൻ ഇപ്പൊ പറയണേണ്, ഫോർ എക്സാമ്പിൾ ഐ ക്യാൻ യൂസ് a pen, I can either use a pen or a pencil എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൻ ഓർ പെൻസിൽ, പെൻ അല്ലെങ്കിൽ പെൻസിൽ ഏതെങ്കിലും ഒരെണ്ണം യൂസ് ചെയ്യാം. I cannot use neither a pencil nor a pen എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൻസിലും പേനയും രണ്ടും ഉപയോഗിക്കാൻ പാടില്ല. അപ്പൊ അത് നെഗറ്റീവ് ആയിട്ടാണ് അവിടെ വന്നേക്കുന്നത്. രണ്ടും ഉപയോഗിക്കാൻ ഓപ്ഷനേ ഇല്ല. പേനയും ഉപയോഗിക്കാൻ പാടില്ല, പെൻസിലും ഉപയോഗിക്കാൻ പാടില്ല. അതിനാണ് നമ്മൾ നെയ്തർ യൂസ് ചെയ്യണത്, ഐദർ യൂസ് ചെയ്യണത്, ഏതെങ്കിലും ഒരെണ്ണം യൂസ് ചെയ്യാം എന്നുള്ളത് ആണ് കേട്ടോ. അപ്പൊ ഏതൊക്കെയാണ് ഡിസ്ട്രിബ്യൂട്ടീവ്? ഈച്ച്, ഐദർ ആൻഡ് നെയ്തർ. ഇതാണ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോണൗൺ. ഇനി അതിന്റെ കുറച്ച് എക്സ്പ്ലനേഷൻ ഉണ്ട്, കുറച്ചും കൂടി എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. ഈച്ച് മീൻസ് എവ്രി വൺ ഓഫ് 2 or more persons of thing. ഈച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ 2 or more ആൾക്കാരെ കുറിച്ച്, 2 or അതിൽ കൂടുതൽ ആൾക്കാരെ കുറിച്ചാണ് നമ്മൾ പറയണെങ്കിൽ ഈച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഓരോരുത്തരെ നമ്മൾ പറയണേ കേട്ടോ. ഇപ്പൊ 5 കുട്ടികൾ ഉണ്ടെങ്കിൽ ഈച്ച് ഓഫ് ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 5 പേർക്കും അത് ബാധകമാണെന്നാണ് പറയണത്. ഞാൻ എക്സാമ്പിൾ നോക്കി. ഈച്ച് ഓഫ് ദ 4 books കോസ്റ്റ് ₹75. 4 ബുക്കും ഈച്ച് ഓഫ് ദ 4, ഇപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളൂ 4 books കോസ്റ്റ് ₹75 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ബുക്കിനും കൂടി 75 എന്നാണ് അതിന്റെ അർത്ഥം. ബട്ട് അതിന്റെ മുമ്പ് ഈച്ച് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈച്ച് ഓഫ് ദ 4 books കോസ്റ്റ് ₹75 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ബുക്കിനും 75 ആണ്. അപ്പൊ ടോട്ടൽ എത്രയായിരിക്കും? 75 × 4 ചെയ്യണം അല്ലെ? നമ്മൾ അതാണ് ഈച്ച്. അപ്പൊ ഓരോ ബുക്കിനും 75 rupees ആണെന്നാണ് പറയുന്നത് ഈച്ച് ചേർത്തുകൊണ്ട്. ഈച്ച് ഇല്ലാണ്ട് വെറുതെ 4 books കോസ്റ്റ് ₹75 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 4 ബുക്കിനും കൂടി 75 ആണെന്നാണ് മീൻ ചെയ്യുള്ളൂ. അപ്പൊ നമുക്ക് ഓരോ ബുക്കിനും 75 ആണെന്ന് പറയണമെങ്കിൽ നമ്മൾ അവിടെ ഈച്ച് ചേർക്കണം. ഈച്ച് ഓഫ് ദ ബോയ്സ് ഹാസ് എ ബൈക്ക്. അപ്പൊ ഓരോരുത്തർക്കും ഇനി ഇവിടെ നോക്കി. ഈച്ച് ഓഫ് ദ ബോയ്സ് പ്ലൂറൽ അല്ലേ, പിന്നെ എന്തുകൊണ്ടാണ് ഹാസ് ചേർത്തത് നിങ്ങൾ ഓർക്കും. പ്ലൂറൽ നമ്മൾ ഹാവ് അല്ലേ ചേർക്കാം. ബട്ട് ഈച്ച് ഓരോരുത്തരെയാണ് നമ്മൾ ഇവിടെ പറയണത്, അതുകൊണ്ടാണ് അവിടെ ഹാസ് പറയണത്. ഓക്കെ, അത് വേർബിന്റെ പഠിക്കും ഒന്നുകൂടി. ഈച്ച് പറയണത് ഓരോരുത്തരെയും പറയണോണ്ടാണ് അവിടെ ഹാസ് വന്നേക്കുന്നത്. അപ്പൊ ഈച്ച് ഓഫ് ദ ബോയ്സ് ഹാസ് എ ബൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോയ്സില് ഓരോരുത്തർക്കും ഒരേ ബൈക്ക് വെച്ചിട്ടുണ്ട് എന്നാണ് മീൻ ചെയ്യണത്. ഐദർ denotes one of the 2 persons or things. ഐദർ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരെണ്ണം, അതാണ് ഐദർ. ഈച്ച് ഓഫ് ദ ബുക്സ് ഹാസ് പേജസ് മിസ്സിംഗ്. നേരത്തെ പറഞ്ഞ പോലെ ബുക്സിന്റെ പേജസ് എല്ലാം അവിടെ തന്നേക്കണം, അവിടെ ഇരിക്കണ ആ ബുക്സിന്റെ എല്ലാ ബുക്കിന്റെയും പേജസ് മിസ്സിംഗ് ആണെന്നാണ്. ഐദർ ഇൻഡിക്കേറ്റ്സ് 1 or 2 persons or things. ഐദർ ഓഫ് ദ ആപ്ലിക്കൻസ് ഇസ് സ്യൂട്ടബിൾ. ഐദർ ഓഫ് ദ ആപ്ലിക്കൻസ് ഇസ് സ്യൂട്ടബിൾ എന്ന് പറയുന്നതിന്റെ മീനിങ് എന്താ? ഐദർ ഓഫ് ദ ആപ്ലിക്കൻസ് ഇസ് സ്യൂട്ടബിൾ. അവിടെ 2 ആപ്ലിക്കന്റ് വന്നിട്ടുണ്ടാവും. അപ്പൊ ഐദർ ഓഫ് ദ ആപ്ലിക്കന്റ് ഇസ് സ്യൂട്ടബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരും അവിടെ രണ്ടുപേരിൽ ഏതെങ്കിലും ഒരാളാണ് ആ ജോലിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും പൊസിഷനിന് സ്യൂട്ടബിൾ ആവുള്ളൂ എന്നാണ് മനസ്സിലാവണം കേട്ടോ. ആപ്ലിക്കൻസ് ഇസ് സ്യൂട്ടബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്നിരിക്കുന്ന രണ്ടുപേരും സ്യൂട്ടബിൾ. ഐദർ ആണെങ്കിൽ നമ്മൾ എന്താ മീൻ ചെയ്യണം? ഏതെങ്കിലും ഒരാള്. അവിടെ ഈച്ച് ആണെങ്കിൽ രണ്ടുപേരും സ്യൂട്ടബിൾ ആണ് കേട്ടോ. അപ്പൊ ഈച്ച് ഐദർ മനസ്സിലാവണില്ലേ? വ്യത്യാസം മനസ്സിലാവണില്ലേ എല്ലാവർക്കും? ഈച്ച് എന്ന് പറഞ്ഞാൽ ഓരോരുത്തരനെ, ഐദർ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരാള്. അപ്പൊ ഈച്ച് ഓഫ് ദ ആപ്ലിക്കൻസ് ഇസ് സ്യൂട്ടബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്നിരിക്കുന്ന രണ്ടുപേരിൽ ഏതെങ്കിലും ഒരാൾക്കാണ് ഈ ജോലി സ്യൂട്ടബിൾ ആവുള്ളൂ, ജോലി കിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. ആപ്ലിക്കൻസ് ഇസ് സ്യൂട്ടബിൾ. ഐദർ either indicates one of 2 persons or things in the അർത്ഥം എന്ന് പറഞ്ഞാൽ ഐദർ ഇൻഡിക്കേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആൾക്കാർ, അതിൽ ഏതെങ്കിലും ഒരെണ്ണം, 2 പേര്, 2 പേഴ്സൺ അല്ലെങ്കിൽ 2 തിങ് ഉണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന് ഐദർ യൂസ് ഇൻഡിക്കേറ്റ് ചെയ്യണേന്ന്. ബട്ട് ഈച്ച് എങ്ങനെയായിരുന്നു? ഇപ്പൊ 2 പേരുണ്ടെങ്കിൽ ആ 2 പേരെ ഇൻഡിക്കേറ്റ് ചെയ്യണതാണ് ഈച്ച്. മനസ്സിലായില്ലേ? ഐദർ എന്ന് പറയണത് 2 പേരുണ്ടെങ്കിൽ ഈ 2 പേരിൽ ഒരാളെയാണ് സൂചിപ്പിക്കുള്ളൂ ഈ ഐദർ. ഈച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ 2 or 3 or 4 ആണെങ്കിൽ ഈച്ച് നമ്മൾ പറഞ്ഞു ഈ 4 പേർക്കും 4 പേരെ സൂചിപ്പിക്കുന്നതാണ് ഈച്ച്. അതാണ് ഈച്ചും ഐദറും തമ്മിലുള്ള വ്യത്യാസം. മനസ്സിലായില്ലേ അത്?
അപ്പൊ ഐദർ ഇൻഡിക്കേറ്റ്സ് വൺ ഓഫ് ദ ടു പേഴ്സൺസ് ഓർ തിങ്സ്. ദാറ്റ് മീൻസ് രണ്ട് പേഴ്സണോ അല്ലെങ്കിൽ രണ്ട് തിങ് ആണുണ്ടെങ്കിൽ അതിൽ ഒരെണ്ണത്തിനെ സൂചിപ്പിക്കുന്നതാണ്, ഒരെണ്ണത്തിന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് ഐദർ. ഐദർ എന്ന് പറയുന്നത് രണ്ടെണ്ണത്തിൽ ഒരെണ്ണത്തിന് ഇൻഡിക്കേറ്റ് ചെയ്യണം, അതാണ് ഐദർ. ഫോർ എക്സാമ്പിൾ, ഐദർ ഓഫ് ദ ആപ്ലിക്കൻസ് ഇസ് സ്യൂട്ടബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ആപ്ലിക്കന്റ് വന്നിട്ടുണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരാളാണ് സ്യൂട്ടബിൾ, ഒരാളായിരിക്കും ആ ജോലിക്ക് വേണ്ടി സെലക്ട് ആവുന്നത് അല്ലെങ്കിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. Then either of is followed by plural but the verbs must be singular. ഇനി either of the houses is big enough for their family. ഇനി ഈ either എന്ന് പറയുന്നത് അതില് is ആണ് വരുന്നത്. ഐദർ ഓഫ് ദ ഹൗസസ്. ഹൗസസ് എന്ന് പറയുന്നത് പ്ലൂറൽ അല്ലേ, പക്ഷെ നമ്മൾ ഇവിടെ എന്തുകൊണ്ട് ഇസ് യൂസ് ചെയ്ത്? ഈ ഐദർ എന്ന് പറയുന്നത് നമ്മൾ ഈ രണ്ട് ഹൗസസ് ഉണ്ടെങ്കിൽ അതിൽ ഒരെണ്ണത്തിനല്ലേ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യണത്, അതുകൊണ്ടാണ് അവിടെ ഇസ് വന്നത്. ഐദർ ഓഫ് ദ ഹൗസസ് ഇസ്, അതിലെന്താ അങ്ങനെ വന്നത്? ഐദർ ഓഫ് ദ ഹൗസസ് ആറ് പറയാത്ത എന്തുകൊണ്ടാ? ഹൗസസ് ഉണ്ട്, ഹൗസസ് ഓക്കെ പ്ലൂറൽ ആണ്, ബട്ട് നമ്മൾ ഈ ഹൗസസിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ കാര്യമോ പറയണത്, ഒരെണ്ണത്തിന്റെ കാര്യം പറയണം, ഏതെങ്കിലും ഒരെണ്ണം, അതുകൊണ്ട് മാത്രമാണ് ഐദർ വരുന്നത് കേട്ടാ. അപ്പൊ ഐദർ ആ ഓഫ് ഫാമിലിക്ക് ഈ രണ്ട് ഹൗസിൽ ഏറ്റവും വലുത് മതിയാകും എന്നല്ലേ? യെസ് യെസ്, ഏതെങ്കിലും ഒരെണ്ണം മതിയാവും. either of the houses is big enough for their family എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഹൗസസ് ഉണ്ട്, അതിൽ ഏതെങ്കിലും ഒരെണ്ണം ബിഗ് ഇനഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മതിയാവും അവർക്ക്, ആ ഫാമിലിക്ക് ഏതെങ്കിലും ഒരെണ്ണം മതിയാവും എന്നാണ്. അപ്പൊ ആ ഇസ് ആണ് അവിടെ. അപ്പൊ ഐദർ എപ്പോഴും ഇസ് ആണ് ഫോളോ ചെയ്യേണ്ടത്. നമ്മൾ ഈച്ച് പോലെ തന്നെ ഈച്ചിൽ നമ്മൾ ഹാസ് സിംഗുലർ വേർബ് അല്ലേ കൊടുത്ത്, അതുപോലെ തന്നെ ഐദറും സിംഗുലർ ആയിരിക്കും. സിംഗുലർ വേർബാണ് നമ്മൾ അവിടെ കൊടുക്കണം, കാരണം ഒരെണ്ണത്തിനല്ലേ സൂചിപ്പിക്കണുള്ളൂ. ഇനി നെയ്തർ, ഇപ്പൊ നമ്മൾ ഐദറും ഈച്ചും ഇത് രണ്ടും പോസിറ്റീവ് ആണ്. ഇനി നെയ്തർ ഒന്നുമല്ലാത്ത കേസസ് ആണെങ്കിൽ നെയ്തർ ഇസ് ദ നെഗറ്റീവ് ഓഫ് ഐദർ ആൻഡ് മീൻസ് നൺ ഓഫ് ദ ടു. നെയ്തർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐദറിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. എയ്തർ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരെണ്ണം എടുക്കെങ്കിൽ നെയ്തർ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും പറ്റില്ല, അതാണ് നൺ ഓഫ് ദ ടു. ആ രണ്ടെണ്ണം ഉണ്ടെങ്കിൽ ആ രണ്ടെണ്ണം പറ്റൂല, അതാണ് നെയ്തർ. നെയ്തർ ഓഫ് ദം വിഷസ് ടു കം. ദാറ്റ് മീൻസ് നെയ്തർ ഓഫ് ദം, അവര് രണ്ടുപേരുണ്ടായിരുന്നു, അവർ രണ്ടുപേർക്കും വരാൻ ഇഷ്ടമില്ലെന്ന്. അവർക്ക് രണ്ടുപേർക്കും വരാൻ ഇഷ്ടമില്ല, അതാണ് വിഷസ് ടു കം. നെയ്തർ ഓഫ് ദം വിഷസ് ടു കം, അവർ രണ്ടുപേർക്കും വരാൻ താല്പര്യമില്ല. ഇപ്പൊ നമ്മൾ ഇങ്ങനെയാണ് പറഞ്ഞ എയ്തർ ഓഫ് ദം വിഷസ് ടു കം ഞാൻ പറയണെങ്കിലോ, എയ്തർ ഓഫ് ദം വിഷസ് ടു കം എന്നാണ് പറയണെങ്കിൽ ആ രണ്ടുപേരിൽ ഒരാൾക്ക് വരാൻ താല്പര്യമുണ്ട്. ഇവിടെ നെയ്തർ പറഞ്ഞേക്കണു രണ്ടുപേരും വന്നില്ല, അപ്പൊ നെഗറ്റീവ് രണ്ടുപേർക്കും അവിടെ വരാൻ താല്പര്യം, അതാണ് നെയ്തർ. Then neither of is followed by a plural noun but the verb must be singular. നേരത്തെ പോലെ തന്നെ ഇതും നമ്മൾ സിംഗുലർ വേർബ് തന്നെയാണ് ഇതിന് കൊടുക്കുന്നത്. നെയ്തർ ഓഫ് ദ ഡിക്ഷണറീസ് ഇസ് സ്യൂട്ടബിൾ, ഇസ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രൊനൗൺസിനെല്ലാം നമ്മൾ സിംഗുലർ ആയിട്ടുള്ള വേർബാണ് യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ. വെൻ മോർ ദാൻ ടു പേഴ്സൺസ് ഓർ തിങ്സ് ആർ മെന്റ്, എനി വൺ ഓർ നൺ ഇസ് യൂസ്ഡ്. വെൻ more than two persons or things are meant, any one or none is used. ഇപ്പം രണ്ടോ അതിൽ കൂടുതലോ ആൾക്കാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എനി വൺ ഓർ നൺ ഇസ് യൂസ്ഡ്. എക്സാമ്പിൾ നോക്കിയേ, ഐ ഡിഡന്റ് ബൈ എനി വൺ ഓഫ് ദ ഡിക്ഷണറീസ് ഇൻ ദ ലൈബ്രറി. ലൈബ്രറിയിൽ കുറെ ഡിക്ഷണറീസ് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ എയ്തറും നെയ്തറൊക്കെ ഈ രണ്ടെണ്ണം ഉണ്ടെങ്കിലാണ് നമ്മൾ യൂസ് ചെയ്യണത്, എയ്തറും നെയ്തറൊക്കെ. ഇനി കുറെ സാധനങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് എനി വണ്ണോ നണ്ണോ യൂസ് ചെയ്യാം. ഐ ഡിഡന്റ് ബൈ എനി വൺ ഓഫ് ദ ഡിക്ഷണറീസ് ഇൻ ദ ലൈബ്രറി എന്ന് പറഞ്ഞാൽ എന്താ, കുറെ ഡിക്ഷണറീസ് ലൈബ്രറിയിൽ ഉണ്ടായിരുന്നു, ബട്ട് ഞാൻ ഒന്നും വാങ്ങിച്ചില്ല. കുറെ ഉണ്ടായിരുന്നു, രണ്ടെണ്ണമാണെങ്കിൽ നമുക്ക് നെയ്തർ പറയാറുണ്ട്. അപ്പൊ കുറെ ഉള്ളത് കൊണ്ട് നമ്മ അവിടെ എനി വൺ പറയണം. ഐ ഡിഡന്റ് ബൈ എനി വൺ ഓഫ് ദ 7 ഡിക്ഷണറീസ് ഇൻ ദ ലൈബ്രറി. 7 ഡിക്ഷണറി അവിടെ ഉണ്ടായിരുന്നു, ഞാൻ അതിലൊന്നും വാങ്ങിച്ചില്ല. ഓക്കെ. ഐ ലൈക്ഡ് നൺ ഓഫ് ദ ഡിക്ഷണറീസ് ഇൻ ദ ലൈബ്രറി. അതും ഇതുപോലെ തന്നെ, എനിക്ക് കുറെ ഡിക്ഷണറീസ് അവിടെ ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് അതിലൊന്നും ഇഷ്ടപ്പെട്ടില്ല. ഐ ലൈക്ക് നൺ ഓഫ് ദ 7 ഡിക്ഷണറീസ്. 7 ഡിക്ഷണറി അവിടെ ഉണ്ടായിരുന്നു, എനിക്ക് അതിലൊന്നും ഇഷ്ടപ്പെട്ടില്ല. ആണ്. അപ്പൊ ഇതെല്ലാം നെഗറ്റീവ് ആണ്. എനി വണ്ണും നണ്ണൊക്കെ നെഗറ്റീവ് ആണ് കേട്ടോ. അപ്പൊ ഏതൊക്കെയാണ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോണൗൺ? ഈച്ച്, ഐദർ, നെയ്തർ, ഇതാണ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോണൗൺ. പിന്നെ ഈ നെയ്തർ നെഗറ്റീവ് ആയതുപോലെ തന്നെ വേറെ രണ്ടെണ്ണമാണ് ഇവിടെ, എനി വണ്ണും നണ്ണും. നണ്ണ് നമ്മ മറ്റേ ആദ്യം ഇതിൽ പഠിച്ചില്ലേ, ഏത് സോറി ആദ്യം പഠിച്ച മുമ്പ് പഠിച്ച ഇൻഡെഫിനിറ്റ്. യെസ്, ഇൻഡെഫിനിറ്റിൽ പഠിച്ചില്ലേ.
അപ്പൊ അതും ഇൻഡെഫിനിറ്റിൽ ഉണ്ട്. ഇതിൽ നമുക്ക് നെഗറ്റീവ് ആയിട്ട് യൂസ് ചെയ്യണേന് നമ്മളിവിടെ ഈ നണ്ണ് യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പൊ ഈ 3 എണ്ണമാണ് മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുള്ള ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോണൗൺ. ഈച്ച്, ഐദർ, നെയ്തർ. ഓക്കെ, എനിവണും നണ്ണും നെഗറ്റീവ് ആണ്. അപ്പൊ 2 കൂടുതൽ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മൾ യൂസ് ചെയ്യണതാണ് എനിവണും നണ്ണും. ഓക്കെ, ഡിസ്ട്രിബ്യൂട്ടീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓരോന്നും സ്പെസിഫൈ ചെയ്ത് പറയണമെന്നുണ്ടെങ്കിൽ ഓരോന്നിനും ഒരു ഗ്രൂപ്പ് ഓഫ് തിങ്സിൽ ഓരോന്നും സ്പെസിഫൈ ചെയ്ത് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോണൗൺ ആണ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോണൗൺ. ലൈക്ക് ഈച്ച് എന്ന് പറയുന്നത് 5 ആൾക്കാരാണ്, ഈച്ച് ഓഫ് ദം എന്ന് പറഞ്ഞാൽ ഈ 5 പേരിലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം ഒരു കാര്യം, അതാണ് ഈച്ച്. എയ്തറും നെയ്തറും 2 കാര്യങ്ങൾ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ, ഓൺലി 2. എയ്തർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരെണ്ണം, നെയ്തർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2ലും ഇതല്ലാത്തത്, 2ഉം പറ്റില്ല. കണ്ടാ, എയ്തർ, ഈച്ച്, നെയ്തർ. ഓക്കെ, ഇത് ക്ലിയർ അല്ല എല്ലാവർക്കും? എന്താണ് ഇതിന്റെ എക്സാമ്പിൾ പറഞ്ഞു, നെയ്തർ ഓഫ് ദ ഡിക്ഷണറി സ്യൂട്ടബിൾ ഫോർ മീ. അതിന്റെ മീനിങ് ഒന്ന് പറയാമോ? നെയ്തർ ഓഫ് ദ ഡിക്ഷണറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കുറെ ഡിക്ഷണറീസ് ഉണ്ട്, ഇതൊന്നും എനിക്ക് സ്യൂട്ടബിൾ അല്ലെന്ന്, എനിക്കൊന്നും പറ്റില്ലെന്ന്, യൂസ് ചെയ്യാൻ പറ്റില്ലെന്ന്. അതാണ് നെയ്തർ ഓഫ് ദ ഡിക്ഷണറി. നെഗറ്റീവ് ആണത്, അവിടെ ഉള്ള ഡിക്ഷണറീസ് ഒന്നും എനിക്ക് സ്യൂട്ടബിൾ അല്ല, എനിക്ക് പറ്റില്ല യൂസ് ചെയ്യാൻ എന്നിട്ടാ പറയണം. നെയ്തർ ഓഫ് ദ ഡിക്ഷണറി സ്യൂട്ടബിൾ ഫോർ മീ. അപ്പൊ എയ്തർ ആണെങ്കിൽ എയ്തർ ഓഫ് ദ ഡിക്ഷണറീസ് സ്യൂട്ടബിൾ ഫോർ മീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉള്ള ഡിക്ഷണറീസിൽ ഏതെങ്കിലും ഒരെണ്ണം എനിക്ക് പറ്റും, എനിക്ക് സ്യൂട്ടബിൾ ആണെന്നാണ്. നെയ്തർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉള്ള ഡിക്ഷണറീസ് ഒന്നും എനിക്ക് സ്യൂട്ടബിൾ അല്ല. ഓക്കെ, ക്ലിയർ ആയില്ലേ അത്? ഇനിയാണ് ഡെമോൺസ്ട്രേറ്റീവ് പ്രോണൗൺ. ഡെമോൺസ്ട്രേറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? ഡെമോൺസ്ട്രേറ്റ് ചെയ്യാ എന്ന് വെച്ചാൽ ഇത് അത് എന്നൊക്കെ നമ്മൾ പറയൂലേ, ഡെമോൺസ്ട്രേറ്റ്, അതാണ് ഡെമോൺസ്ട്രേഷൻ. അപ്പൊ അങ്ങനത്തെ ഏതൊക്കെ ആയിരിക്കും? ദിസ്, ദാറ്റ്, ഇംഗ്ലീഷിൽ അതൊക്കെ അല്ലേ, അതാണ് ഡെമോൺസ്ട്രേറ്റീവ് പ്രോണൗൺസ്. The words this, these, that and those are known as the demonstrative pronoun. this എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തിരിക്കണേന് നമ്മൾ ദിസ് എന്ന് പറയും. ദീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലൂറൽ, അടുത്തിരിക്കുന്നത് തന്നെ ഒരുപാടുണ്ടെങ്കിൽ ദീസ് പറയും. പിന്നെ ദാറ്റ് ആണെങ്കിൽ ദൂരത്തിരിക്കണത് ദാറ്റ് എന്ന് പറയും. ദൂരത്തിരിക്കണത് അധികം ഉണ്ടെങ്കിൽ പ്ലൂറൽ ആണെങ്കിൽ അത് ദോസ് പറയും. കേട്ടാ? അപ്പം ദിസിന്റെ പ്ലൂറൽ ആണ് ദീസ്, ദിസിന്റെ പ്ലൂറൽ ആണ് ദീസ്, ദാറ്റിന്റെ പ്ലൂറൽ ആണ് ദോസ്. കേട്ടാ? ദിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തിരിക്കുന്നത്, നിയർ ബൈ പ്ലേസ്, നമുക്ക് തൊടാൻ പറ്റും, കൈ എത്തണ ദൂരത്തുള്ളത്, നമുക്ക് തൊട്ട് പറയാനാ ദിസ് ഇസ് എൻ ആപ്പിൾ. അപ്പൊ എന്റെ കയ്യിൽ ഒരു ആപ്പിൾ ഉണ്ടെങ്കിൽ ഞാൻ പറയും ദിസ് ഇസ് എൻ ആപ്പിൾ. അല്ലെങ്കിൽ എനിക്ക് കൈ എത്തണ ദൂരത്തിൽ ഒരു ആപ്പിൾ ഉണ്ടെങ്കിൽ ഞാൻ പറയും ദിസ് ഇസ് എൻ ആപ്പിൾ. ഒരാപ്പിളിന് പകരം എന്റെ കയ്യിൽ കുറെ ആപ്പിൾസ് ഉണ്ട്, എന്റെ കയ്യിലോ അല്ലെങ്കിൽ എന്റെ കൈ എത്തണ ദൂരത്തിലാണ്, അപ്പൊ ദീസ് ആർ ആപ്പിൾസ് എന്ന് ഞാൻ പറയും. എന്നാ അതിന്റെ മരത്തിൽ ഒരു ആപ്പിൾ കിടക്കണേ, എനിക്ക് കൈ എത്തണില്ല, ദൂരെയാണ് അത്, അപ്പൊ ഞാൻ പറയും ദാറ്റ് ഇസ് എൻ ആപ്പിൾ. ആ മരത്തിൽ കുറെ ആപ്പിൾസ് ഉണ്ട്, ഒരെണ്ണം അല്ല കുറെ ഉണ്ട്, അപ്പൊ ഞാൻ പറയും ദോസ് ആർ ആപ്പിൾസ്. അപ്പൊ ദിസിന്റെ പ്ലൂറൽ ആണ് ദീസ്, ദിസും ദീസും നമുക്ക് കൈയെത്തും ദൂരത്ത് ഉള്ളതാണ് ദിസും ദീസും നമ്മൾ പറയണത്. നമ്മുടെ കൈ അകലത്തിലെത്തുന്ന, നമുക്ക് നമ്മൾ തൊട്ടടുത്തിരിക്കുന്നത്, അത് ദീസും ദിസും. മറ്റേതാ ദാറ്റും ദോസും നമുക്ക് ദൂരത്തുള്ളത്, അതാണ് ദാറ്റും ദോസും. ഓക്കെ, ദിസ് ഇസ് എൻ ആപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ആപ്പിൾ ആണ്. ദീസ് ആർ ആപ്പിൾ എന്ന് പറയുമ്പോൾ കുറെ ഉണ്ട്, ആപ്പിൾസ് കുറെ ഉണ്ടെങ്കിൽ അതിന് നമ്മൾ ദീസ് എന്ന് പറഞ്ഞാൽ അപ്പൊ പ്ലൂറൽ ആയതുകൊണ്ട് പ്ലൂറൽ വേർബായ ആർ അവിടെ യൂസ് ചെയ്യും. ദെൻ ദാറ്റ് ഇസ് എൻ ആപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൂരത്ത് ആണ് ആപ്പിള്, ദാറ്റ് പ്ലൂറൽ ആയതുകൊണ്ട് ഇസ്, സിംഗുലർ ആയതുകൊണ്ട് ഇസ്. ഇനി ആപ്പിളിന് കുറെ ആപ്പിൾസ് ഉണ്ടെങ്കിൽ അവിടെ ദോസ് പ്ലൂറൽ ആയതുകൊണ്ട് ആർ. ഓക്കെ, when this, these, that and those are followed by a noun, these words are known as demonstrative adjective. ഈ adjective എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും ഒന്നും കൂടി ഡിസ്ക്രൈബ് ചെയ്യുന്ന സംഭവങ്ങളാണ് ഈ adjective എന്ന് പറയുന്നത്. അപ്പം adjective എന്ന് പറയുന്നത് എന്തെങ്കിലും ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പൊ ഐ വോണ്ട് ദിസ് പെൻസിൽ, അപ്പൊ ഐ വോണ്ട് ദിസ് എന്ന് ഞാൻ പറഞ്ഞ ദിസ് എന്താണ് എനിക്ക് വേണ്ടത്, അപ്പൊ ദിസ് പെൻസിൽ, പെൻസിലിനെയാണ് ഞാൻ പറയണത്.
ഐ വോണ്ട് ദിസ് പെൻസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ആ പെൻസിൽ എന്ന് പറയുന്നത് അവിടുത്തെ ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ് ആണ്. കാരണം ആ ദിസ് എന്ന് പറഞ്ഞ സാധനം എന്താണെന്ന് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യണല്ലേ. അപ്പൊ ആ പെൻസിൽ അവിടുത്തെ ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ് ആവും. ദിസ് എന്ന് പറയുന്ന ഡെമോൺസ്ട്രേറ്റീവ് പ്രോണൗണ് എന്താണ് ഈ ദിസ് എന്ന് പറയുന്ന എന്ത് സാധനമെന്ന് ഒന്നുകൂടി പറയണല്ലേ. അപ്പൊ അതാണ് അവിടുത്തെ പെൻസിൽ. അപ്പൊ ഐ വോണ്ട് ദിസ് പെൻസിൽ എന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലാവും എനിക്ക് ഈ പെൻസിൽ ദിസ് എന്ന് പറഞ്ഞാൽ എന്റെ അടുത്തിരിക്കണുണ്ട് ദിസ് പെൻസിൽ. അപ്പൊ അതാണ് അവിടുത്തെ ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ്. ദീസ് ബുക്സ് ആർ റാപ്ഡ് അപ്പ്. അപ്പൊ ദീസ് ആർ റാപ്ഡ് അപ്പ് എന്ന് ഞാൻ പറയണതിന് പകരം ദീസ് എനിക്ക് ബുക്കിനെയാണ് ഞാൻ പറയണത്. അപ്പൊ ദീസ് ബുക്സ് റാപ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതിഞ്ഞു വെച്ചേക്കുന്നു. ദീസ് ബുക്സ് ആർ റാപ്ഡ് അപ്പ്. ഞാൻ ഇവിടെ ദീസ് എന്ന് പറഞ്ഞ ഡെമോൺസ്ട്രേറ്റീവ് പ്രോണോണ് ബുക്സ് എന്ന് പറഞ്ഞ അഡ്ജക്റ്റീവ് കൊടുക്കണേ. അഡ്ജക്റ്റീവ് മീൻസ് ദീസ് എന്തിനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ ദീസിനെ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യണേ, ഒന്ന് വിവരിക്കണേ ഈ ദീസ് എന്ന് പറഞ്ഞ സാധനം എന്താണ് ഞാൻ ഉദ്ദേശിച്ചേക്കണേ എന്നുള്ളത്. അപ്പൊ ബുക്സിനെയാണ് ഞാൻ പറയുന്നത്. അപ്പൊ ദീസ് ബുക്സ് ആർ റാപ്ഡ് അപ്പ്. പിന്നെ ദാറ്റ് പെൻ കോസ്റ്റ് ₹1000. ആ പേന ദാറ്റ് പെൻ കോസ്റ്റ് റുപ്പീസ്. അപ്പൊ അവിടെ പെൻ ദാറ്റ് എന്ന് പറയുന്നത് ഞാൻ ആ പെന്നിനെയാണ് പറയണത് ദാറ്റ് പെൻ. ദെൻ ഡു യു വോണ്ട് ദോസ് സ്വീറ്റ്സ്. അവിടെ ഇരിക്കുന്ന സ്വീറ്റ്സ് ഡു യു വോണ്ട് ദം. ആ സ്വീറ്റ്സ് വേണോ, ദൂരത്താണ്ട് അതാണ്ട് ദോസ് വന്നിട്ടുണ്ട് സ്വീറ്റ്സ്. അപ്പൊ സ്വീറ്റ്സ് എന്ന് പറയുന്നത് ദോസിന്റെ അഡ്ജക്റ്റീവ് ആയിട്ട് വരും. അപ്പൊ ഏതൊക്കെയാണ് ഡെമോൺസ്ട്രേറ്റീവ് പ്രോണൗൺസ്? ദിസ്, ദീസ്, ദാറ്റ്, ദിസും ദീസും തൊട്ടടുത്തിരിക്കുന്നത്. ദിസിന്റെ പ്ലൂറലാണ് ദീസ്, ദാറ്റും ദോസും ദൂരത്തുള്ളത്, ദാറ്റിന്റെ പ്ലൂറലാണ് ദോസ്. ഇത്രയും ഓർത്തിരിക്കാം. പിന്നെ നമ്മൾ ഈ ലാസ്റ്റ് പറഞ്ഞത് അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ് ഈ ഡെമോൺസ്ട്രേറ്റീവ് പ്രോണൗണിന് എന്താണ് ഒന്നും കൂടി വിവരിക്കുന്നതാണ്. ഇപ്പൊ ഐ വോണ്ട് ദിസ് എന്ന് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് മനസ്സിലാവണില്ലല്ലോ. എന്താണ് എനിക്ക് വേണ്ടതെന്ന് നമുക്ക് പറയാൻ ആൾക്ക് മനസ്സിലാവില്ല. അപ്പൊ ഐ വോണ്ട് ദിസ് പെൻസിൽ, എനിക്ക് പെൻസിലാണ് വേണ്ടതെന്നുള്ളത് നമ്മൾ ഒന്നും കൂടി പറയണം. അപ്പൊ ആ പെൻസിൽ അവിടുത്തെ ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ് ആവും. ദിസ് എന്നുള്ള ഡെമോൺസ്ട്രേറ്റീവിനെ ഒന്നും കൂടി വിവരിച്ച് പറയണം. എന്താണ് നമ്മുടെ ആവശ്യം, എന്താണ് നമ്മൾ ഉദ്ദേശിക്കുക. ദിസ് എന്ന് വെച്ചാൽ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അതാണ് കേട്ടോ. അപ്പൊ ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ് ആയി വരുന്നത്. ഓക്കെ, ഡെമോൺസ്ട്രേറ്റീവ് പ്രോണൗൺസ് എന്ന് പറയുന്നത് ഇതാണ്. ഇനിയാണ് ഇന്ററോഗേറ്റീവ് പ്രോണൗൺ വരുന്നത്. ഇന്ററോഗേഷൻ എന്ന് വെച്ചാൽ എന്താ? ഈ പോലീസുകാരൊക്കെ ഇന്ററോഗേറ്റ് ചെയ്യുമെന്ന് പറയൂലേ, പോലീസ് സ്റ്റേഷനിൽ ഇന്ററോഗേഷന് വിളിച്ച് ഒക്കെ പറഞ്ഞു കേട്ടിട്ട് ചോദിക്കുന്നതിനാണ് ഇന്ററോഗേഷൻ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിനാണ് ഇന്ററോഗേഷൻ. അപ്പൊ ഇന്ററോഗേറ്റീവ് പ്രോണൗൺസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ നമ്മളെ സഹായിക്കുന്ന പ്രോണൗൺസ്. അതാണ് ഇന്ററോഗേറ്റീവ് പ്രോണൗൺസ്. A pronoun used to ask questions is called an interrogative pronoun. Interrogative pronoun എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ, ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ നമ്മളെ സഹായിക്കുന്ന പ്രോണൗൺസ് ഒക്കെ ഇന്ററോഗേറ്റീവ് പ്രോണൗൺസ് ആണ്. The interrogative pronouns are who, whose, whom, what and which. അപ്പൊ ഏതൊക്കെയാണ്? Who, whose, whom, what and which. Who was at the door. ചോദിക്കണം ആരാണ് ആ ഡോറിന്റെ അവിടെ, ആരാണ്? Who was at the door എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹു ആരാണ്. ഇനി ഹൂസ് ഇസ് ദ ബ്ലൂ കാർ, ആരുടെ കാറാണ് ഈ ബ്ലൂ കാർ, ആരുടെ ആണെന്നാ ചോദിക്കുന്നത്. ഹൂസ് ഇസ് ദ ബ്ലൂ കാർ. ഹും ഡിഡ് യു ഇൻവൈറ്റ്, നീ ആരിനെയാണ് വിളിച്ചത്, ആരനെ വിളിച്ചത്, അതാണ് ഹും ഡിഡ് യു ഇൻവൈറ്റ്. ദെൻ വാട്ട് ഡു യു മീൻ, വോട്ട് കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത് നോൺ ലിവിങ് തിങ്സിനൊക്കെയാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. വാട്ട് ഡു യു മീൻ, നീ എന്താണ് അതിനെ കുറിച്ച്, നീ എന്താ ഉദ്ദേശിച്ചത്, വാട്ട് ഡു യു മീൻ. വിച്ച് ഇസ് യുവർ മൊബൈൽ ഫോൺ, വിച്ചും വോട്ടും നമ്മൾ കൂടുതലും നോൺ ലിവിങ് തിങ്സിന് ആണ് യൂസ് ചെയ്യുന്നത്. ഹൂസ്, ഹും ഒക്കെ പേഴ്സൺസിന് റെഫർ ചെയ്ത് ചോദിക്കുന്നതും, വോട്ടും വിച്ചും ഈ നോൺ ലിവിങ് തിങ്സിന്, ജീവനില്ലാത്ത വസ്തുക്കളെ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമുള്ള നോൺ ലിവിങ് തിങ്സ് ആയിട്ടുള്ള സാധനങ്ങളെ ആണ് നമ്മൾ വോട്ടും വിച്ചും യൂസ് ചെയ്യുന്നത്. അപ്പൊ ഹൂ, ഹൂസ്, ഹും, വോട്ട്, വിച്ച് ഇതെല്ലാം ഇന്ററോഗേറ്റീവ് പ്രോണൗൺസ്. ഇതെല്ലാം നമ്മളെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സഹായിക്കണല്ലേ. അപ്പൊ ആ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സഹായിക്കുന്ന പ്രോണൗൺസിനെ എല്ലാം നമ്മൾ ഇന്ററോഗേറ്റീവ് പ്രോണൗൺ എന്ന് വിളിക്കും. യൂസ് ചെയ്യില്ല മാം, അത് ഇതിൽ വരില്ല. വെന്നും യൂസ് ചെയ്യാ, അതുപോലെ തന്നെ ഹൗവും യൂസ് ചെയ്യാം. ഇത് രണ്ടും ഇന്ററോഗേറ്റീവ് പ്രോണൗൺ തന്നെയാണ്. ഓക്കെ മാം, താങ്ക് യു. ആരോട് എന്നുള്ളതിന് ഹൂസ് തന്നെയാണ് ഉപയോഗിക്കുക. ആരോട്, യെസ്, ഹൂസ് യൂസ്.
മെയിൻ മാം ആയിട്ട് ഒരു ഡൗട്ട്, ഈ ഹൂമും ആരാണെന്നൊക്കെ ചോദിക്കൂലേ, ആരാണെന്നുള്ള അർത്ഥത്തിൽ ഹൂം ചോദിക്കും. അത് മാത്രമാണല്ലോ. നമ്മൾ യൂസ് ചെയ്യുന്ന സെന്റൻസിനനുസരിച്ച് ഇതിന്റെ മീനിങ്സ് മാറും. ഇപ്പൊ ഹൂസ് എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന സെന്റൻസിനനുസരിച്ച് അതിന്റെ മീനിങ് മാറും. കേട്ടാ. അപ്പൊ ഹൂസ് നമ്മൾ കൂടുതലും ബിലോങ് ചെയ്യുന്നത് ഇത് ആരുടെയാണ് എന്നല്ലേ, അതാണ് കൂടുതലും നമ്മൾ യൂസ് ചെയ്യുന്ന സെന്റൻസിനനുസരിച്ച് അതിന്റെ മീനിങ്ങും മാറും. ഓക്കെ. ഹൂ, ഹൂസ്, ഹൂം ആർ യൂസ്ഡ് വെൻ യു തിങ്ക് ദാറ്റ് ദ ആൻസർ ടു ബി ക്വസ്റ്റ്യൻ ഇസ് എ പേഴ്സൺ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഹൂ, ഹൂസ്, ഹും ആദ്യം പറഞ്ഞ 3 വേർഡ്സും പേഴ്സൺ ആളിനെ റെഫർ ചെയ്യാനാണെങ്കിലാണ് ഇത് യൂസ് ചെയ്യണത്. ഈ 3 ഹൂ, ഹൂസ്, ഹും. ഹൂ പെയിന്റഡ് ദ ഹൗസ്? ജോബിഷ്. ആരാണ് പെയിന്റ് ചെയ്തത്? ആളുടെ പേരാണ് ജോബിഷ്. ഹൂ എലിസിറ്റ്സ് ദ സബ്ജക്ട് ആസ് ആൻസർ? ഹും എലിസിറ്റ്സ് ദ ഒബ്ജക്ട് ആസ് ആൻസർ? ഹൂസ് എലിസിറ്റ്സ് ദ പൊസസീവ് നൗൺ ഓർ പ്രൊനൗൺ ആസ് ആൻസർ? വേണ്ട. ഹൂ എന്ന് പറയുന്നത് ഇപ്പൊ ഹൂ വാസ് അറ്റ് ദ ഡോർ, അപ്പൊ അതിന്റെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വേർഡിന്റെ സബ്ജക്റ്റ് ആയിട്ടായിരിക്കും അതിന്റെ ആൻസർ വരുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ രാജ് വാസ് അറ്റ് ദ ഡോർ, അപ്പൊ ഞാൻ അതിന്റെ രാജ് വാസ് അറ്റ് ദ ഡോർ അതിന്റെ സബ്ജക്ട് ചെയ്ത രാജ് അല്ലേ, അപ്പൊ അതിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും ഹൂ വാസ് അറ്റ് ദ ഡോർ. അപ്പൊ കണ്ട, ആ രാജ് എന്ന് പറയുന്ന അത് ആൻസർ വരണം, അതാണ് ഹൂ വാസ് അറ്റ് ദ ഡോർ. അപ്പൊ ഹൂ എപ്പോഴും ഹൂ ചോദിക്കുമ്പോ ആ സെന്റൻസിന്റെ സബ്ജക്റ്റ് ആയിരിക്കണം അതിന്റെ ആൻസർ വരുന്നത്. ദെൻ ഹും ആണെങ്കിൽ അതിന്റെ ഒബ്ജക്റ്റ്, അതിന്റെ ഒബ്ജക്റ്റ് ആയിട്ടും അതിന്റെ ആൻസർ വരണം. പിന്നെ ഹൂസ് എന്ന് പറയുമ്പോൾ ഇത് ആരുടെ, പൊസഷൻ, പൊസഷൻ ആണ് അവിടെ കാണിക്കണം, അല്ലെങ്കിൽ ഒരു പ്രോണൗണും അവിടെ കാണിക്കാം. നിങ്ങളപ്പോ ഇത്ര ഓർത്തിരിക്കുക, ഇൻട്രോഗേറ്റീവ് പ്രോണൗൺസ് ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ഉപയോഗിക്കുന്ന പ്രോണൗൺസ് ആണ് ഇൻട്രോഗേറ്റീവ് പ്രോണൗൺസ്. ഹൂ, ഹൂസ്, ഹും അത് 3ഉം പേഴ്സൺസിനെ ഡിനോട്ട് ചെയ്യാനാണ്. വോട്ടും വെച്ചും നോൺ ലിവിങ് തിങ്സ്, മെയിൻലി നോൺ ലിവിങ് തിങ്സിനെ യൂസ് ചെയ്യാനാണ് വോട്ടും വെച്ചും. ആദ്യം പറഞ്ഞതാണ് പേഴ്സൺസിനെ ഡിനോട്ട് ചെയ്യുന്നത്, അതാണ് ഇന്ററോഗേറ്റീവ് പ്രോണൗൺ. നോക്കിയേ, അവരെ കുറച്ചും കൂടെ എക്സാമ്പിൾസ് ഉണ്ട്. ഹൂ കോൾഡ് യു? ഹൂ കോൾഡ് യു, ആരാ നിന്നെ വിളിച്ചത്? അതിന്റെ ആൻസർ എന്താ? മൈ വൈഫ്. മൈ വൈഫ് ഹെൽപ്ഡ് മീ, അത് വേറൊരു ആൻസർ പോലെ കൊടുത്തിട്ടുണ്ട്. ഹും ഡിഡ് യു കോൾ? നീ ആരെയാണ് വിളിച്ചത്? അപ്പോഴും മൈ വൈഫ്. ഹൂസ് ഇസ് ദിസ് ഹൗസ്? ഇത് ആരുടെ ഹൗസ് ആണ്? അപ്പൊ കണ്ട, മൈ വൈഫ്സ്, അപ്പൊ പോസ്റ്റഫി എസ്, അത് ഇത് പൊസിഷൻ കാണിക്കരുത്. കണ്ട, ഇപ്പൊ അതെ, ഹൂ കോൾഡ് യു ഫസ്റ്റ് എത്തത് മൈ വൈഫ് എന്നാണ് അതിന്റെ ആൻസർ വരുള്ളൂ. ഹൂം ഡിഡ് യു കോൾ? നീ ആരെയാ വിളിച്ചത്? അപ്പോഴും മൈ വൈഫ് എന്ന ആൻസർ വരും. ദെൻ ഇത് ആരുടെ ഹൗസ് ആണെന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ മൈ വൈഫ്സ്, അപ്പോസ്ട്രഫി എസ്, പൊസിഷൻ കാണിക്കണേന്ന്. അപ്പൊ ഹൂസ് പൊസിഷൻ കാണിക്കാനും, ഹും അതിന്റെ ഒബ്ജക്റ്റിനെ കാണിക്കാനും, ഹൂ സബ്ജക്റ്റിനെ കാണിക്കാനുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. What and which are used when you think the answer to the question will be something other than a person? വോട്ടും വെച്ചും ഒരു പേഴ്സൺ അല്ലാത്ത എന്തെങ്കിലും നോൺ ലിവിങ് തിങ്ങോ അല്ലെങ്കിൽ ആനിമലോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ നമ്മൾ വോട്ടും വെച്ചും യൂസ് ചെയ്യും. ഹൂ, ഹും, ഹൂസ് മാത്രമാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യണത്, പേഴ്സണ് വേണ്ടി യൂസ് ചെയ്യണത്. ഈ ബാക്കിയുള്ള വോട്ടും വെച്ചും നമ്മൾ അതർ ദാൻ പേഴ്സൺ ആണ് യൂസ് ചെയ്യണത്. വാട്ട് ഡു യു വോണ്ട്? എനിക്ക് എന്താ വേണ്ടത്? ലാപ്ടോപ്പ്, അവിടെ പേഴ്സൺ അല്ല, ലാപ്ടോപ്പാ വേണ്ടത്, ഒരു സാധനമല്ലേ. അപ്പൊ വാട്ട് ഡു യു വോണ്ട് നമ്മൾ ചോദിക്കും. വിച്ച് ഡു യു പ്രിഫർ? ടീ ഓർ കോഫി? ടീ വേണോ കോഫി വേണോ? അപ്പൊ ഇതിലേതാണ്? വിച്ച്, ഏത് വേണം? നമുക്ക് ആൻസർ ഇസ് കോഫി. അതാണ് ഇൻട്രോഗേറ്റീവ് പ്രോണൗൺ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസ് യൂസ് ചെയ്യാൻ വേണ്ടി, ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ വേണ്ടി, ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇന്ററോഗേറ്റീവ് പ്രോണൗൺസ്. അത് ഹൂ, ഹും, ഹൂസ്, വിച്ചും വോട്ടും. ഈ ആദ്യം പറഞ്ഞ 3 പേഴ്സൺസിനെ ഡിനോട്ട് ചെയ്യാനും, രണ്ടാമത് പറഞ്ഞ ആ 2 നമുക്ക് പേഴ്സൺസ് അല്ലാത്ത നോൺ ലിവിങ് തിങ് ആവാം, അതർ ദാൻ പേഴ്സൺ, ചിലപ്പോൾ ഒരു ആനിമൽ ആവാം, എനിത്തിങ് അതർ ദാൻ പേഴ്സണെ യൂസ് ചെയ്യുന്നതാണ് വോട്ടും വിച്ചും. ഓക്കെ. ദെൻ ഇനി വേറൊരു ടൈപ്പ് പ്രോണൗൺസ് ഉണ്ട്, റിലേറ്റീവ് പ്രോണൗൺ. The relative pronouns in English are who, whose, whom, which and that. ഇത് നോക്കിക്കേ, നേരത്തെ നമ്മ പറഞ്ഞ who,
ഹൂസ്, ഹും, വിച്ച്. ഇത് നാലും എന്തായിരുന്നു? ഇന്ററോഗേറ്റീവ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഇന്ററോഗേറ്റീവ് പ്രോണൗൺസ്. ദെൻ ദാറ്റ് ഏതായിരുന്നു? ഏത് പ്രോണൗണാ ദാറ്റ്? Demonstrative pronoun. യെസ്, ഡെമോൺസ്ട്രേറ്റ്. അപ്പൊ ഇനി ഈ റിലേറ്റീവ് പ്രോണൗൺ എന്ന് പറയുന്നത് ഹൂ, ഹൂസ്, ഹും, വിച്ച് ആൻഡ് ദാറ്റ്. അത് എങ്ങനെയാണ് വന്നതെന്ന് ഒരു എക്സാമ്പിൾ നമുക്ക് മനസ്സിലാവും അല്ലെ? ഞാൻ ഈ പറയുന്ന ഈ എക്സാമ്പിൾ നോക്കിക്കേ. The girl who helped me is your sister. ഇവിടെ ക്വസ്റ്റ്യൻ ആയിട്ടല്ല ഈ ഹൂ ഇവിടെ വന്നേക്കുന്നത്. The girl who helped me is your sister. ഒരു ഗേൾ എന്നെ ഹെൽപ്പ് ചെയ്ത്, അത് നിന്റെ സിസ്റ്റർ ആയിരുന്നു. അത് ആ സിസ്റ്റർ ആണെന്ന് പറയാൻ നമ്മൾ യൂസ് ചെയ്താണ് ഇവിടെ ഹൂ. അല്ലാണ്ട് ഇവിടെ ക്വസ്റ്റ്യൻ ആയിട്ടല്ല ഹൂ യൂസ് ചെയ്തേക്കണത്. ക്വസ്റ്റ്യൻ ആയിട്ടല്ല ഇവിടെ ഹൂ യൂസ് ചെയ്തേക്കണത്. ഇവിടെ ഹൂ യൂസ് ചെയ്തേക്കുന്നത് എന്തിനാ? ഈ ഗേൾ എന്നുള്ള കാര്യത്തിന് ഒന്നും കൂടി എംഫസൈസ് ചെയ്യാൻ വേണ്ടി. ദ ഗേൾ ഹൂ ഹെൽപ് മീ. അവിടെ ഇവിടെ ഈ ക്ലോസും ഫ്രേസും ഉണ്ട്, അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഇത് ആ സിസ്റ്റർ ആരാണ് എന്നുള്ളതാണ് എന്താണെന്നൊന്നും കൂടി പറയാൻ വേണ്ടിയാണ് ഇവിടെ ഹൂ യൂസ് ചെയ്തത്. ഇവിടെ ക്വസ്റ്റ്യൻ അല്ല. അങ്ങനത്തെ നമ്മൾ സെന്റൻസസിൽ യൂസ് ചെയ്യുന്ന അങ്ങനത്തെ പ്രോണൗൺസ് ആണ് റിലേറ്റീവ് പ്രോണൗൺസ്. വേറൊരു ഇത് നോക്കിയേ. ഇന്ദിരാഗാന്ധി, ഹൂ വാസ് ദ ഫസ്റ്റ് വുമൺ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, വാസ് ഷോട്ട് ടു ഡെത്ത് ബൈ ഹെർ ഓൺ ബോഡി ഗാർഡ്. അതിൽ നോക്കി, ഇന്ദിരാഗാന്ധി ഹു വാസ് ദ ഫസ്റ്റ് വുമൺ പ്രൈം മിനിസ്റ്റർ. ഇന്ദിരാഗാന്ധി ഹു വാസ്, ഇന്ദിരാഗാന്ധിനെ നമ്മൾ പറയണത്, അതാണ് അവിടെ ക്വസ്റ്റ്യൻ അല്ല അത്. കണ്ടാ, ഹു വാസ് ദ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ വാസ് ഷോട്ട് ടു ഡെത്ത് ബൈ ഹെർ ഓൺ ബോഡി. ഇന്ദിരാഗാന്ധിനെ ഇന്ദിരാഗാന്ധി ആരായിരുന്നു? ഇന്ദിരാഗാന്ധി ഫസ്റ്റ് വുമൺ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. അപ്പൊ ഇന്ദിരാഗാന്ധി ആരായിരുന്നു എന്നുള്ള കാര്യം പറയണേന്. ഹു വാസ് ദ ഫസ്റ്റ് വുമൺ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആൻഡ് ഷി വാസ് ഷോട്ട് ടു ഡെത്ത് ബൈ ഹെർ ഓൺ ബോഡി ഗാർഡ്. സ്വന്തം ബോഡി ഗാർഡ് തന്നെയാണ് വെടിവെച്ചത്. അതാണ് ഇപ്പൊ പറയുന്നത്. ഇങ്ങനത്തെ ഇങ്ങനെ വരുന്ന സെന്റൻസിന്റെ ഇടയിൽ വരുന്ന പ്രോണൗൺസ് ആണ് റിലേറ്റീവ് പ്രോണൗൺസ്. They are used either in a defining clause or in a non-defining clause to give necessary details about the noun that precedes them. അപ്പൊ ഇത് യൂസ് ചെയ്യുന്നത്, ഈ ക്ലോസ് എന്ന് പറയുന്നത് അത് സബ്ജക്റ്റ് പോലെ തന്നെ ക്ലോസ് എന്ന് പറയുന്നത് ഈ സെന്റൻസസിൽ നമ്മൾ ഉൾപ്പെടുത്തുന്ന ഡീറ്റെയിൽസ്, അതാണ് ജസ്റ്റ് ഈ ക്ലോസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഡീറ്റെയിൽസ് എങ്ങനെയെന്ന് നെസറി ഒന്നും കൂടി എന്തൊക്കെയാ ഒരു നെസസറി ആയിട്ടുള്ള ഡീറ്റെയിൽസ് എൻകൗണ്ടർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഈ റിലേറ്റീവ് പ്രോണൗൺസ് എന്ന് പറയുന്നത്. ഹൂ, ഹൂസ്, ഹും, വിച്ച് ആൻഡ് ദാറ്റ്. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ ഒന്നും കൂടി റിലേറ്റീവ് പ്രോണൗൺ പറഞ്ഞു തരാം കേട്ടോ. നമുക്ക് ഒന്നും കൂടി ഞാൻ ജസ്റ്റ് റിവൈസ് ചെയ്യാം. റിലേറ്റീവ് പ്രോണൗൺ ഒന്നും കൂടി അടുത്ത ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തരാം. ഒന്നുകൂടി ആദ്യം തൊട്ട് ഒന്നും കൂടി പറഞ്ഞു തരാം. ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തേക്കട്ടെ. നമ്മളിന്ന് പറഞ്ഞത് എംഫാറ്റിക് പ്രോണൗൺസിനെ കുറിച്ച് ആദ്യം പറഞ്ഞു. എംഫാറ്റിക് പ്രോണൗൺസ് ഏതൊക്കെയായിരുന്നു എന്ന് വേഗം പറഞ്ഞ എല്ലാരും. എംഫാറ്റിക് പ്രോണൗൺസ് ഏതൊക്കെയായിരുന്നു? Myself, yourself, myself, ourselves, yourself, himself, itself, themselves, herself. അത് കഴിഞ്ഞിട്ട് നമ്മൾ റിഫ്ലെക്സീവ് പ്രോണൗൺ പറഞ്ഞു. റിഫ്ലെക്സീവ് പ്രോണൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ്, സെയിം ഇത് തന്നെയാണ്, ബട്ട് ചെറിയൊരു വ്യത്യാസം. ആദ്യം പറഞ്ഞ എംഫാറ്റിക് പ്രോണൗണിൽ നമ്മൾ സ്ട്രെസ് ചെയ്യാൻ വേണ്ടി ഒന്ന് പറയണേ, ആ നൗണിനെ പ്രോണൗണിനെ ഒന്ന് സ്ട്രെസ് ചെയ്ത് പറയാൻ വേണ്ടി ആദ്യത്തെ പറയും. രണ്ടാമത്തെ റിഫ്ലെക്സീവ് പ്രോണൗൺ എന്ന് പറയുന്നത് ഈ സബ്ജക്റ്റും വേർബും സെയിം തന്നെയാണ്, സെയിം കാര്യത്തെ കുറിച്ച് തന്നെയാണ് പറയുന്നുള്ളത് കാണിക്കാനാണ് റിഫ്ലെക്സീവ് പ്രോണൗൺ പറയുന്നത്. പിന്നെ പറഞ്ഞതാണ് നമ്മള് ഫോർത്ത് വൺ Indefinitive pronoun. Definite pronoun. ഇൻഡെഫിനിറ്റ് പ്രോണൗൺ. ഇൻഡെഫിനിറ്റ് പ്രോണൗൺസ് പറയുന്നത് അതായത് എവ്രിവൺ, എവ്രിബഡി, സംവൺ. Someone, somebody, anyone, anytime, anybody, nobody, everything, anything, nothing, on, ഇതെല്ലാം some, all of, all few, നമ്മള് many, സ്പെസിഫിക് ആയിട്ട് ഓൾ ജനറലി നമ്മൾ പറയാം. കുറെ പേരുണ്ട്. ഇപ്പൊ ജനറലി പറയണതാണ് ഇൻഡെഫിനിറ്റ്. പിന്നെ ഡിസ്ട്രിബ്യൂട്ടീവ് എന്ന് പറയുന്നത് ഓരോരുത്തർ. നമ്മൾ നേരത്തെ ജനറലി പറഞ്ഞെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടീവ് എന്ന് പറയുമ്പോൾ ഓരോരുത്തരെയും പ്രത്യേകം എടുത്ത് പറയുന്നതാണ് ഡിസ്ട്രിബ്യൂട്ടീവ്. പിന്നെ നമ്മൾ പറഞ്ഞത് ഡെമോൺസ്ട്രേറ്റീവ്. ഏതാണ് കറക്റ്റ്? these, those. ഇതെല്ലാം ഡെമോൺസ്ട്രേറ്റീവ് പ്രോണൗൺ ആണ്. പിന്നെ ഇന്ററോഗേറ്റീവ് പ്രോണൗൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ് ഇന്ററോഗേറ്റീവ് പ്രോണൗൺസ്.
Okay. Who, whose, whom, who, the what, Yes. and which. ഇന്ന് നമ്മ ഇത്രയും ടൈപ്സ് ഓഫ് പ്രോണൗൺസ് ആണ് പഠിച്ചത്. ഇനി രണ്ടെണ്ണം കൂടിയാണ് റിലേറ്റീവും റെസിപ്രോക്കലും കൂടെ. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇതോടുകൂടി പ്രോണൗൺസിന്റെ ചാപ്റ്റർ തീർന്നതാണ്. അപ്പോൾ ഇന്ന് പഠിച്ചതൊക്കെ ഒന്ന് ജസ്റ്റ് എല്ലാം റിവൈസ് ചെയ്യാം. പിന്നെ ഏതൊക്കെയാണ് പ്രോണൗൺസ്, നമ്മുടെ പേഴ്സണൽ പ്രോണൗൺസ് ഏതൊക്കെയാണ്, എംഫാറ്റിക് ഏതാണ്, ഡെമോൺസ്ട്രേറ്റീവ് ഏതാണ്, ഇതെല്ലാം ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. ഇതൊക്കെ പഠിക്കണം കേട്ടോ. റൂൾസ് എല്ലാം Yes, ma'am. ഏത് പ്രോണൗൺസ് ഏതൊക്കെയാണ് എന്നുള്ളത് പഠിച്ചു വെക്കണം കേട്ടോ. ഓക്കെ. Yes, ma'am. Okay, ma'am. Okay, ma'am. You, ma'am. Thank you. Thank you, ma'am. Good night, ma'am. അടുത്ത ക്ലാസ്സിൽ കാണാം. Thank you, ഗുഡ് ma'am. നൈറ്റ്. ഗുഡ് നൈറ്റ്. ഓക്കെ, ബൈ. Good night, ma'am. ഗുഡ് നൈറ്റ്. എല്ലാരും ഫുഡൊക്കെ കഴിക്കും. ഓക്കെ, ബൈ. Okay, bye, ma'am. Good, ma'am.